ഉണ്ണി. ഹായ് ഉണ്ണിച്ചേട്ടാ. ചേട്ടാ ഹായ് ഹായ്. നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 1976 പ്രസിദ്ധീകരിച്ച നമ്മുടെ സ്പോൺസർഷിപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്ന പാംപ്ലെറ്റ് ആണ്. ഇത് 1983 കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തു. ആ സ്പോൺസർഷിപ്പിന്റെ പാംപ്ലെറ്റ് പറയുന്നതിന് മുന്നേ ഈ ഒരു ആശയം നമ്മളിതിൽ പറയുന്നുണ്ട്, എന്താണ് സ്പോൺസർഷിപ്പ് എന്നുള്ള ഭാഗത്തെങ്കിലും. ഈ പാംപ്ലെറ്റുകളുടെ ചരിത്രം എവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യമായിട്ട് സ്പോൺസർഷിപ്പ് പരാമർശിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെക്സിക്കോൺ അക്രോണിലുള്ള ഗ്രൂപ്പിൽ എ മാനുവൽ ഫോർ എന്ന് പറയുന്ന ഒരു പുസ്തകം, പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളെ എങ്ങനെ സഹായിക്കാം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അക്രോണിലെ ഗ്രൂപ്പിൽ ഇറക്കിയതായി പറയപ്പെടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ക്ലീവ്ലാൻഡിലെ ക്ലാരൻസ് എസിന്റെ ഒക്കെ പ്രവർത്തനം, അവിടുത്തെ എയുടെ വളർച്ച, അവരാണ് ആദ്യമായിട്ട് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പ്രാക്ടിക്കലാക്കി വിജയമാവുകയും അത് മൊത്തത്തിൽ തന്നെ എടുക്കാൻ കാരണമാവുകയും ചെയ്ത ഒന്നായിട്ട് സ്പോൺസർഷിപ്പ് മാറുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ പുതിയ മാറ്റങ്ങളെയും പരീക്ഷിച്ച് വിജയിച്ച നല്ല കാര്യങ്ങളെയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാഥമിക ഉദ്ദേശത്തിനെ മികച്ചതാക്കാൻ പറ്റുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുകയും 1944 സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന പാംപ്ലെറ്റ് പ്രസിദ്ധീകരിച്ചു. അതിനെ തുടർന്നിട്ടാണ് പിന്നീട് പുതുക്കിയിട്ട് ഈ ഒരു പതിപ്പ് നമ്മൾ വരുന്നത്. വേറെയും ഒരു പാംപ്ലെറ്റ് കൂടി സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. 76 ഇത് പ്രിന്റ് ചെയ്തു. 83 നമ്മൾ ബാക്കി ഭാഗങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന പാംപ്ലെറ്റ് ഇറങ്ങിയിട്ടുള്ളത്. നാട്ടിലത് മലയാളത്തിൽ ലഭ്യമാണ്. നമുക്ക് അവിടുത്തെ ലിറ്ററേച്ചർ ഇന്റർഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാംപ്ലെറ്റ് മലയാളത്തിൽ കിട്ടും. ഇനി ഈ പാംപ്ലെറ്റ് തുടങ്ങുന്നത് എന്താണ് സ്പോൺസർഷിപ്പ് എന്ന ചോദ്യത്തോടു കൂടിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ സ്പോൺസർഷിപ്പുമായിട്ടാണ്. നമ്മളെല്ലാവരും ബില്ലിന്റെ കഥയായിക്കോട്ടെ, ഇവിടെ ചരിത്രം പറയുമ്പോഴും എല്ലാം നമുക്കറിയാം, ബിൽ വിൽസന് കുടിക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തപ്പോ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തോന്നലുണ്ടായി. അവിടെ എങ്ങനെയാണ്? അതുവരെ ബില്ല് പല ആളുകളോടും പല രീതിയിലും കുടിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. ടൗൺസ് ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ ആളുകളുമായിട്ടും ബിൽ വിൽസൺ സംസാരിച്ചു. ആരും സോബറായില്ല. പിന്നീട് ഹെൻറിറ്റ സിബർലിക്കിനോട് കൂടെയാണ് നമ്മുടെ ബോബുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവിടെ എനിക്ക് മറ്റൊരു മദ്യാസക്തനെ ആവശ്യമുണ്ട്, അതേപോലെ അയാൾക്കും എന്നെ ആവശ്യമുണ്ട്. ഇതാണ് ശരിക്കും സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുക. എനിക്കൊരു മറ്റൊരു മദ്യാസക്തന് ആവശ്യമുണ്ട്, അയാൾക്ക് എന്നെയും ആവശ്യമുണ്ട്. ഇതാണ് ശരിക്കുമുള്ള അടിസ്ഥാനപരമായ സിദ്ധാന്തം. ഇതിനെ നമ്മൾ എവിടേക്കോ കൊണ്ടുപോയി കെട്ടിച്ചു നിർത്തിയിരിക്കുകയാണ്. സ്പോൺസർഷിപ്പ് എന്തോ വലിയ സംഭവമായിട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ് പലപ്പോഴും ഇതിനെ ലഘുവായി നമുക്ക് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ ഡോക്ടർ ബോബിനെ കണ്ടെത്തി. മദ്യപാനം നിർത്താൻ കഠിനമായിട്ട് പ്രയത്നിക്കുകയും അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 മനുഷ്യർ, ആ 2 മനുഷ്യരുടെ പൊതുവായ ആവശ്യത്തിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാവുന്നത്. അപ്പൊ അന്ന് സ്പോൺസർ എന്നുള്ള പദമില്ല. നമ്മളിങ്ങനെ രൂപപ്പെട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. തങ്ങളുടെ 2 പേർക്കും കുടിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന ആഗ്രഹവുമായിട്ട് ഒരുമിച്ച് തങ്ങളുടെ അനുഭവങ്ങളും ശക്തിയും ഒക്കെ പരസ്പരം പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ കണ്ടെത്തുക എന്ന പരിപാടി നല്ല രസമായിരിക്കും, തനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി വരുന്നത്. 12 പടികൾ എഴുതിയിട്ടില്ല. അപ്പോ ബില്ലിന് ബോബിനോട്ട് ഈ ആശയം എത്തിക്കാൻ പറ്റി. ഡോക്ടർ ബോബ് വെറുതെ ഇരുന്നില്ല, അക്രോണിലെ മറ്റ് ആളുകളിലേക്ക് ഈ സന്ദേശം പകർന്നു കൊടുത്തു. നമുക്ക് പലപ്പോഴും അറിയുന്ന പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ന് പറഞ്ഞ 12-ാം പടിയുടെ രാജകുമാരനായിട്ടാണ് നമ്മുടെ ഡോക്ടർ ബോബിനെ പറയാറ്. നിരവധി പേരിലേക്ക് അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഊർജ്ജസ്വലമായ പ്രവർത്തനം അദ്ദേഹത്തിന് പലപ്പോഴും കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ വളരെയധികം കഷ്ടപ്പെട്ട ആളാണ്. ബിഗ് ബുക്കിലെ നൈറ്റ് മെയർ, അദ്ദേഹത്തിന്റെ ബോബിന്റെ ദുസ്വപ്നം എന്ന അധ്യായത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയാറുണ്ട്, ഞാൻ ബിൽ വിൽസനെ പോലെ ആയിരുന്നില്ല, എനിക്ക് വീണ്ടും കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം വരുമ്പോ ഞാൻ മറ്റൊരു മദ്യാസക്തനെ സഹായിക്കും, അതെനിക്ക് ഇഷ്ടമാണ്, അതെനിക്ക് കൂടുതൽ ഊർജം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യാസക്തനെ സഹായിക്കുന്ന ഒരാളായിരുന്നു ഡോക്ടർ ബോബ്.
അപ്പോ ബില്ല് തനിക്ക് തന്ന സന്ദേശത്തെ താൻ ഒറ്റയ്ക്ക് കൊണ്ടു നടന്നാൽ പോരാ, അതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയാണ്. ഷെയറിങ്ങിലൂടെ തങ്ങളുടെ സുബോധാവസ്ഥയെ നല്ല രീതിയിലേക്ക് മാറ്റി തീർക്കാൻ, തങ്ങളുടെ സുബോധാവസ്ഥയ്ക്ക് കരുത്തുണ്ടാക്കുന്ന ഒന്നാണ് ഷെയറിങ് എന്ന് നമ്മുടെ സഹസ്ഥാപകരും അതിനുശേഷം വരുന്ന ഓരോ പഴമക്കാരും അത് കണ്ടെത്തുകയാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യകാലത്ത് സ്പോൺസർഷിപ്പ് ഒക്കെ പറയുന്നത് റീഹാബുകളിൽ അമേരിക്കയിൽ ഒരു ചരിത്രം പറയാറുണ്ട്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരാളെ അഡ്മിറ്റ് ആക്കണം, മദ്യാസക്തരുടെ കാര്യങ്ങൾ ആരും ഏറ്റെടുക്കാത്തതുകൊണ്ട് അവിടെ ഒരാള് സ്പോൺസറായിട്ട് വരണം എന്ന് പറയാറ്. അതെന്നാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്നാ പറയുന്നത്. ഒരാൾ അവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്ത്, കാരണം ഈ ചങ്ങാതിനെ ഏറ്റെടുക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. കള്ളുടിയുടെ അവസാന കാലം ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഒരാള് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാളെ പരിചയപ്പെടുത്തുക എന്ന ആശയമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ ഒരു കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ മൂന്നാമത്തെ പാരമ്പര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഊന്നുന്നത്. മദ്യപാനം നിർത്തണം എന്ന ആഗ്രഹമുള്ള ആർക്കും തന്നെ എയുടെ ഗ്രൂപ്പിലേക്ക് വരാം. ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത ആൽക്കഹോളിക്സ് അനോണിമസില് സ്പോൺസറും സ്പോൺസിയും ഒരേപോലെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരിക്കുമുള്ള കാര്യം. സ്പോൺസിക്ക് എപ്രകാരമാണോ സ്പോൺസറെ ആവശ്യമുള്ളത്, അതേപോലെ സ്പോൺസർക്ക് സ്പോൺസിയെയും ആവശ്യമുണ്ട്. അങ്ങനെയാണ് എല്ലാ മീറ്റിങ്ങുകളിലും സാധാരണഗതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടങ്ങളിലൊക്കെ ഈ സ്പോൺസർഷിപ്പ് വികസിച്ചു വന്നിട്ടുള്ളത്. അതല്ലാതെ വേറെ രീതിയിലേക്ക് നമ്മൾ പറയാറുണ്ട്, എയുടെ രീതികളിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് കുഴപ്പമുണ്ടാകും. അതല്ലാതെ മാറുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് സ്പോൺസർഷിപ്പ് കുഴപ്പമായിട്ടുള്ളത്. രണ്ടുപേരും ഒരേപോലെ കണക്കാക്കപ്പെടുന്നു എന്ന് പറയുന്നു. ബില്ലും ഡോക്ടർ ബോബും ചെയ്തതുപോലെ എയിലൂടെ മദ്യപാനം നിർത്താനോ നിർത്തിയതിൽ ഉറച്ചു നിൽക്കാനോ ശ്രമിക്കുന്നവരാണ്. അതിന്റെ രീതിയാണ് സ്പോൺസർഷിപ്പിന്റെ. എയിൽ മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്ന ഒരാള്, ഇനി മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്ന അതിൽ കുറെ പുരോഗതി ഉണ്ടായ ഒരാള് തന്റെ അനുഭവങ്ങൾ തുടർച്ചയായിട്ടും വ്യക്തിപരമായും തലത്തിലും ഷെയർ ചെയ്യുന്ന പ്രക്രിയയാണ് എയിലെ സ്പോൺസർഷിപ്പ്. ഇതാണ് പൊതുവായ നിർവചനം. പ്രോഗ്രാം സ്പോൺസർഷിപ്പ് ആണെങ്കിലും ടെമ്പററി സ്പോൺസർഷിപ്പ് ആണെങ്കിലും പലപ്പോഴും നമ്മൾ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ആദ്യമേ അത് ക്ലിയർ ചെയ്യാം. ഈ ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഒരു സ്പോൺസർ എടുത്ത് ഇഷ്ടമുള്ളപ്പോൾ അയാളെ മാറ്റുന്ന പരിപാടിയാണ് ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്പോൺസറെ നിങ്ങൾ എടുക്കുന്നു, അത് സ്ഥിരമാണ് എന്ന രീതിയോ അല്ലെങ്കിൽ സ്ഥിരമല്ലാത്തത് എന്നൊന്നും അതിനില്ല. യഥാർത്ഥത്തില് ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ എയിൽ കൊണ്ടുവരുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ടെമ്പററി സ്പോൺസർഷിപ്പ്. നമുക്കറിയില്ല അത്. അല്ലാണ്ട് ഒരാളോട് നമ്മൾ പോയിട്ട് നമ്മുടെ ടെമ്പററി സ്പോൺസർ ആവാകോ എന്ന് ചോദിക്കില്ല. നമുക്ക് എപ്പോ വേണമെങ്കിൽ സ്പോൺസറെ മാറ്റാം. ടെമ്പററി സ്പോൺസർഷിപ്പ് 12ാം പടി നടത്തുന്ന ആളുകളാണ് സാധാരണഗതിയിലൊക്കെ പുറത്തൊക്കെ ചെയ്യാറുള്ളത്. ഏതൊരു വ്യക്തിയും ഒരാളെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കൊണ്ടുവരുന്നുണ്ട്, അയാളോട് എയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയാൾക്ക് മറ്റ് മീറ്റിങ്ങുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അയാൾ ഈ കൊണ്ടുവരുന്ന ആള് പോലും അറിയാതെ ടെമ്പററി സ്പോൺസറായി പ്രവർത്തിക്കുന്നു എന്നതാണ് വസ്തുത. പലപ്പോഴും വിദേശങ്ങളിലൊക്കെ ടെമ്പററി സ്പോൺസറെ എടുക്കുന്ന ലിസ്റ്റ് കൊടുക്കും. അവരാണ് മീറ്റിംഗ് മാറ്റമില്ലാതെ, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ 1 മണിക്കൂറാവും മീറ്റിംഗ് ഉണ്ടാവുക. ആ മീറ്റിംഗിൽ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുക, പുതുമക്കാരന് വേണ്ടിയിട്ട് കുറെ ആളുകൾ പുതുമക്കാരന്റെ പേര് പറഞ്ഞ് സംസാരിക്കുക, അതൊന്നുമില്ല അവിടെ. അവിടുത്തെ മീറ്റിംഗിന്റെ സ്ട്രക്ചർ എങ്ങനെയാണോ ആ രീതിയിൽ മീറ്റിംഗ് നടക്കും. ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടറി പോയിട്ട് ലിസ്റ്റ് കൊടുക്കും. ഇപ്പൊ വിദേശങ്ങളിൽ ഇവിടെയൊക്കെ ആകുമ്പോൾ അതിന്റെ നാഷണാലിറ്റി ഒക്കെ എഴുതിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഇദ്ദേഹം ഇതിലുള്ള ആരെ വേണമെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും. ആ രീതിയിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അയാൾ എനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരും. അല്ലാണ്ട് മീറ്റിംഗിൽ ഇന്നൊരു പുതുമക്കാരൻ വന്നു, കൊള്ളാം, ഇന്നിപ്പോ എന്താന്ന് പറഞ്ഞു കൊടുക്ക, അടുത്ത ആളുണ്ട് 12ാം പടി എന്താ പറഞ്ഞു കൊടുക്ക. ചിലപ്പോ കുടിയിന്ന് തന്നെ മാറിയിട്ട് ബോധം തന്നെ വന്നിട്ടുണ്ടാവില്ല അവന്. ഇനി അങ്ങനെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കുടി തന്നെ എത്ര പ്രശ്നമാവില്ലോ മദ്യാസക്തർക്ക്. അപ്പൊ അത് വ്യക്തിപരമായ തലത്തിൽ അവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന പരിപാടിയാണ് ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി.
പ്രോഗ്രാം നമുക്കറിയുന്ന പോലെ 12 പടിയാണ്. അവിടെയും ഉപയോഗിക്കുന്ന ഈ തത്വമാണ്. ഈ തത്വം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോ മദ്യപാനം നിർത്താനോ നിർത്തിയതിൽ ഉറച്ചു നിൽക്കാനോ ശ്രമിക്കുന്ന ഒരാളോട്, മദ്യപാനം നിർത്തുന്നതിൽ കുറേയൊക്കെ പുരോഗതി ഉണ്ടായ ഒരാൾ തന്റെ അനുഭവങ്ങൾ തുടർച്ചയായിട്ടും വ്യക്തിപരമായ തലത്തിലും ഷെയർ ചെയ്യുന്നതാണ് ALS സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാത്രമാണ് ALS സ്പോൺസർഷിപ്പ്. അത് പ്രോഗ്രാം ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും തന്റെ അനുഭവങ്ങളാണ് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് AA മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എന്താണ് AA എന്ന് മനസ്സിലാവില്ല. വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. പലപ്പോഴും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു മത പരിവർത്തന സംഘമാണോ, ഇവരെന്താ AAയിൽ ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പറയുന്നു, ഓരോ ആളുകളും ഓരോ തരത്തിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു, ജീവിതത്തിൽ ഉണ്ടായ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, പലതും നുണയാണോ ഇവര് പറയണത് എന്നുള്ള തോന്നലുകൾ വരും. പ്രത്യേകിച്ച് ഡീനയിൽ നിൽക്കുന്ന ആളാണ് ഒരു മദ്യാസക്തൻ. ഭയങ്കര നിഷേധ സ്വഭാവമായിരിക്കും, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോ നമുക്ക് എങ്ങനെ ഇത് പ്രവർത്തിക്കും, എന്താണ് ബിഗ് ബുക്ക്, ഈ കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പറ്റും, ആ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്ന ഭാഗത്താണ് ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന ആള് കടന്നു വരുന്നത്. അപ്പോ അവിടെ സ്വാതന്ത്ര്യത്തോടും വിശ്വസ്തയോടും അതേപോലെ കരുതലോടും നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് നമുക്ക് തോന്നുന്ന AA മെമ്പറെ തെരഞ്ഞെടുത്ത് നമുക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പോൺസർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നവരുണ്ട്. അപ്പോ നമുക്ക് തോന്നുന്ന ഒരാള്, അയാളെ നമുക്ക് ടെമ്പററി സ്പോൺസർ ആയിട്ട് നമുക്ക് ആക്കാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ കുറിച്ചല്ല, നമ്മുടെ AA എന്താണെന്ന് 90 ഡേയ്സിൽ ഉള്ള കാര്യമാണ്. ഇപ്പൊ ഈ നമ്മളിവിടെ ആ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രോഗ്രാം സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയാം. അപ്പൊ പ്രോഗ്രാം സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ 12 പടികളെ പരിശീലിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പരിപാടി ആകുമ്പോഴും ഇതേ രീതി തന്നെയാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. അയാള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ടെസ്റ്റ് അദ്ദേഹമായിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചാൽ മനസ്സിലാവും. ലൂസ് സ്റ്റോക്ക് ഉള്ള ആൾക്കാർ വേറൊരാളുടെ കാര്യം നിരന്തരമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്, അയാൾ എത്രത്തോളം വിശ്വസ്തനാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാമിന് ഇനി അതൊക്കെ മനസ്സിലാക്കിയാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ സ്പോൺസർ ആക്കട്ടെ. നമുക്ക് വിവേകം ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കാരണം ഇവിടെ സ്പോൺസറെ വാർപ്പ് മാതൃകയാക്കുകയോ സ്പോൺസർ പിന്നെ അയാൾ നടക്കുന്ന പാദങ്ങളിൽ ചവിട്ടി അയാളെ പോലെ നടക്കുക എന്നതോ അയാളെ അനുകരിക്കുക എന്നതോ അല്ല AAയുടെ സ്പോൺസർഷിപ്പ്. അതുകൊണ്ട് തന്നെ സ്പോൺസറുടെ വ്യക്തി വൈകല്യങ്ങളോ സ്പോൺസറുടെ സ്വഭാവങ്ങളോ നമുക്ക് മനസ്സിലായാൽ പോലും 12 പടികളെ അയാൾക്ക് നന്നായിട്ട് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ പരിശീലിക്കുക. അയാൾ നന്നാവണം എന്ന വാശി നമ്മൾ പിടിക്കാതിരുന്നാൽ മതി. അയാൾ ആരാണെന്ന് വേറെ ആൾക്കാരോട് പറയാതിരിക്കാം. അത് നമുക്ക് പലപ്പോഴും തെറ്റായ ഫലങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സ്പോൺസർ ആകാമോ എന്ന് അങ്ങനത്തെ ഒരാളോട് ചോദിക്കാം. ഇനി നമ്മൾ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാം എന്നൊക്കെ പറയുന്ന ആളാണെങ്കിലും, അതേപോലെ AAയിൽ ഞാൻ കുറച്ചു കാലായി, അവരോടും ആൽക്കഹോളിക്സ് അനോണിമസിന് പറയാനുള്ളത് നിങ്ങൾക്ക് ഒട്ടും അമാന്തമരുത് എന്നാണ്. ഒന്നും വെളിയിക്കേണ്ട കാര്യമില്ല. ഇത് ഒറ്റയ്ക്ക് പോയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു രോഗമല്ലാത്തത് കൊണ്ടാണ് ഈ സ്പോൺസർഷിപ്പ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, കംസ് ഓഫ് ഏജില് 4 o'clock ആഫ്റ്റർനൂണിലാണ് ബിൽ വിൽസൺ എഴുതിയിട്ടുള്ള ഒരു പ്രധാന ഭാഗമുണ്ട്. AA ഒരിക്കലും ലോകത്തുള്ള മറ്റ് ചികിത്സാലയങ്ങളെയോ ഗവേഷണങ്ങളെയോ ലോകത്ത് നടക്കുന്ന മറ്റ് ശ്രമങ്ങളെയോ ഒന്നും എതിർത്തിട്ടില്ല. ലോകത്ത് നിരവധി ആളുകൾ തങ്ങളുടെ മദ്യാസക്തി മാറ്റാനായിട്ട് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല ആളുകൾക്കും അതിന് പുരോഗതിയുണ്ട്. കാരണം നമ്മൾ ഗവേഷണങ്ങളിൽ ഏർപ്പെടാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ കണക്കുകൾ എടുക്കുകയോ അവരെത്രത്തോളം ആയി എന്നുള്ള നോട്ടങ്ങളോ നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യലോ ഒന്നുമില്ല. എനിക്ക് പറ്റിയ മാർഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്, ഇതിലൂടെ പോയാൽ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റും, ഇതേ ഉള്ളൂ. ഇവിടെ വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, ഞാൻ പല ആളുകളും പറഞ്ഞു വരുമ്പോഴും എനിക്ക് എന്റെ തെറ്റ് കണ്ടെത്താൻ പറ്റില്ല എന്ന ഒരു കുഴപ്പമുണ്ട്. ആത്മന്യായീകരണത്തിന്റെ കടുത്ത വേദനകൾ അനുഭവിച്ച ആളാണ് ഞാനെന്ന് അഭ്യാസത്തെ. അപ്പൊ എനിക്ക് പ്രോഗ്രാമിന് നിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഞാൻ ശരിയാണ് എന്ന് പറയുന്നത് കൊണ്ടാണല്ലോ എനിക്ക് മറ്റുള്ള ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്താനും പറ്റുന്നുണ്ട്.
പക്ഷെ എന്നിലേക്ക് നോക്കുക എളുപ്പമല്ല. അതിനൊരു സഹായം എനിക്ക് വേണം. അത് നിങ്ങൾ എത്ര കാലമായി എന്നല്ല, പ്രോഗ്രാം പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം പരിശീലിച്ച ഒരാൾ അത് വളരെ നല്ല രീതിയാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പറയുന്ന രീതിയിൽ ഇതിന് കർശനമായ നിയമങ്ങൾ വെക്കാത്തതും എല്ലാത്തിന്റെയും കുത്തക അവകാശം നമ്മൾ നേടിയെടുക്കാത്തതും അതുകൊണ്ടാണ്. മാത്രമല്ല, ബിൽ വിൽസണും മറ്റുള്ളവരും സ്പോൺസർഷിപ്പ് എന്ന രീതിയിലായിരുന്നില്ല ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ക്ലാരൻസസിനെ പോലെയുള്ള ആളുകൾ കടന്നു വരികയും അവർ ക്ലീവ്ലാൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. 6 മാസം സുബോധമുള്ള ആളുകൾ വരെ പുതിയ ഒരാളെ കൊണ്ടുവരികയും അയാളെ സോബറാക്കുന്നതിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോ അക്രോണിലും ന്യൂയോർക്കിലും ആൽക്കഹോളിക്സ് അനോണിമസ് വളർന്നതിനേക്കാൾ വളരെ ശക്തമായ രീതിയിൽ 500ഓളം അംഗങ്ങളായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ക്ലീവ്ലാൻഡിലെ പ്രവർത്തനങ്ങൾ മാറി. അപ്പൊ എന്തോ മാറ്റമുണ്ട് അവിടെ. അപ്പൊ നമ്മൾ വിജയകരമായ മാർഗങ്ങളെ നമ്മൾ പരീക്ഷിക്കാറുണ്ട്. ഇതിലെന്തോ സംഭവം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്? ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നുണ്ട്, അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ അറിയാം, പരസ്പരം സംസാരിക്കുന്നതിലൂടെ മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ എളുപ്പമാണ് നമുക്കറിയാം. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് അങ്ങനെ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എടുത്തതാണ്. വിജയിച്ച പഴമക്കാരായ മനുഷ്യർ ദീർഘകാലം സുബോധം നിലനിർത്താനായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സ്പോൺസർഷിപ്പ് നല്ലതാണ്, തങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന ബോധ്യത്തിലാണ് സ്പോൺസർഷിപ്പ് ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര വർഷം എയിൽ പോയി എന്നത് വിഷയമല്ല. നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതുന്ന ആളാണെങ്കിലും ഒരു അമാന്തവും വേണ്ട, നിങ്ങൾക്ക് സ്പോൺസറെ എത്ര പെട്ടെന്ന് മനസ്സെടുക്കാം. സ്പോൺസർഷിപ്പ് നിങ്ങളുടെ വെളിപ്പുറത്തുണ്ട്. നമ്മൾ പറയും നമ്മൾ തയ്യാറാവണം. അത് നമ്മൾ ഗുരുവായിട്ടും അല്ലെങ്കിൽ അയാളെ അതീന്ദ്രിയ ശക്തിയുള്ള ആളായിട്ടൊക്കെ കരുതുക, അല്ലെങ്കിൽ കുറെ ആളുകളുള്ള സ്പോൺസർ ആയിട്ടിരിക്കണം എന്നതൊക്കെയാണ് നമ്മുടെ കുഴപ്പം. ഇവിടങ്ങളിലൊക്കെ ഓരോ വർഷം കഴിഞ്ഞവരും 2 വർഷം കഴിഞ്ഞവരൊക്കെ സ്പോൺസർമാരാണ്. ഇവിടെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ എന്തോ ആണ്. സ്പോൺസി എന്നൊക്കെ മീറ്റിംഗിൽ പറഞ്ഞാൽ അത് അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുക. കാരണം നമ്മളിവിടെ എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ സ്പോൺസർഷിപ്പ് എന്തോ ഒരു വലിയ സംഭവം, ഏതൊക്കെയോ വലിയ തലതൊട്ട അപ്പന്മാരിങ്ങനെ ഉണ്ട്, കുറച്ച് പേരുകളുണ്ട്, XYZ ABC, ഇവരാണ് സ്പോൺസർമാര്. അയാള് ഇന്നതാട്ടോ, അയാള് ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, അയാള് ജഡ്ജിയാ, അയാളുടെ അടുത്ത് കിട്ടും. ഇതല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസ് ഇവിടെ സ്പോൺസറുടെ പ്രത്യേക യോഗ്യതകളൊന്നും പറഞ്ഞിട്ടില്ല. മദ്യപാനം നിർത്തി പ്രോഗ്രാം പരിശീലിച്ച ഏതൊരാളെയും, നേരത്തെ പറഞ്ഞു അയാൾ എങ്ങനെയാണെന്നുള്ള വിശ്വസ്തത ഉണ്ടായിരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട്, നമുക്ക് അയാളിലൂടെ ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇത് ആരും ബോധിപ്പിക്കാനൊന്നല്ല എന്റെ സ്പോൺസർ വലിയ വമ്പനാണ് അല്ലെങ്കിൽ എനിക്ക് സ്പോൺസർ ഉണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ പ്രോഗ്രാം, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അങ്ങനെ. എന്റെ സ്പോൺസർ ആരാണെങ്കിലും അത് എത്ര വലിയ ആളോ അല്ലെങ്കിൽ എയുടെ ലിറ്ററേച്ചറുകൾ അറിഞ്ഞ ആളോ ആയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ കാര്യം ഞാൻ പരിശീലിക്കട്ടെ, ഞാനത് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലിനോടൊപ്പം 4ാമത്തെ പടിയിലൊക്കെയുള്ള 4ാമത്തെ കോണത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതാൻ പറ്റണം. അവിടെ ആത്മന്യായീകരണം വന്നാൽ പ്രോഗ്രാം ചെയ്തു എന്ന് പറയുകയും പ്രോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോഴും മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് മറ്റുള്ളവരുടെ ഇൻവെന്ററി എടുത്തുകൊണ്ട് എന്റെ കാലം ഞാൻ തിരിക്കും. പിറുപിറുക്കലുകളും മുറുമുറുക്കലുകളുമായിട്ട് പരാതികൾ പറയുന്ന ആളായിട്ട് സന്തോഷമില്ലാതെ മറ്റുള്ളവരുടെ പുരോഗതിയിൽ അസൂയ പൂണ്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇങ്ങനെ പരാതികളുടെ പ്രളയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനം പ്രോഗ്രാം ചെയ്യാനുള്ള സന്നദ്ധത, എന്തിന് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ള ബോധ്യം. ഈ പുതിയതായിട്ട് കടന്നു വരുന്ന ഒരാളെ സ്പോൺസർഷിപ്പിലൂടെ സഹായിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ പറയുന്നത്. ഗ്രൂപ്പുകളായിരുന്നു സ്പോൺസർഷിപ്പിലൂടെ ആളുകളെ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ടെമ്പററി സ്പോൺസർഷിപ്പും എല്ലാം ഗ്രൂപ്പുകൾ എന്നാ കൊടുക്കുക. അപ്പോ പല ഗ്രൂപ്പുകളും അപ്പുറത്തെ ഗ്രൂപ്പുകളോടൊക്കെ നിങ്ങളുടെ അവിടെ ഏതെങ്കിലും സ്പോൺസർമാരൊക്കെ ഒഴിവുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കാറുണ്ട് വിദേശങ്ങളിലൊക്കെ. അപ്പൊ അത് ഒരു വലിയ സംഭവം ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും സ്പോൺസർഷിപ്പിന് തയ്യാറായിട്ടുള്ള ആരുണ്ടോ? അപ്പൊ കയ്യോക്കി, ഓക്കെ വിൻസെന്റ്, ഓക്കെ കെൽവിൻ എന്ന് പറഞ്ഞ് അവർ പേരെഴുതും. അത്രേ ഉള്ളത്. അതിൽ ഇന്ന യോഗ്യത, ആ തയ്യാറായ ആളുടെ പേര് ചേർക്കുന്നു, നമ്പർ ചേർക്കുന്നു, മറ്റാൾക്കാർക്ക് കൊടുക്കുന്നു. ഇതാണ് സ്പോൺസർഷിപ്പിന്റെ രീതി. അപ്പോ
ഒരു പുതിയതായിട്ട് ഒരാൾ കടന്നു വരുമ്പോൾ അയാളെ സഹായിക്കേണ്ടത് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ്, ഗ്രൂപ്പ് ചെയ്യേണ്ടതാണ്. അയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ എന്താണ് പഠിപ്പിക്കലില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അയാൾ അറിയണം. അല്ലാതെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് വിട്ടുവിടാം. പക്ഷെ അയാൾ അറിയാതെ ഇരിക്കരുത്. തെറ്റായ കരങ്ങളിലൂടെ പോകുന്ന മദ്യാസക്തർ, അവരുടെ ദുർമരണങ്ങളിൽ നമുക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് പറയാറുണ്ട്. നമ്മുടെ മീറ്റിംഗിൽ വരുന്ന, ഗ്രൂപ്പിലെ മീറ്റിംഗിൽ വരുന്ന ഒരാള് നമ്മുടെ തെറ്റുകൊണ്ട് മീറ്റിംഗിൽ വരാതിരിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്ക് നിർബന്ധപൂർവ്വം എടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ടോ മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ പഴമക്കാരായ മനുഷ്യർ നമുക്ക് തന്നത്? അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഗ്രൂപ്പ് എന്ന നിലയിലും അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ഒരു അംഗം എന്ന നിലയിലും എന്റെ ഉത്തരവാദിത്തമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ആളുകൾ 12-ാം പടിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും അംഗങ്ങളിൽ നിന്ന് സന്ദേശം ലഭിച്ച ആൾക്കാർ വരാറുണ്ട്. നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ വർക്കുകളായിട്ട് ഇന്റർഗ്രൂപ്പിലെ നമ്പറിൽ വിളിച്ചിട്ട് ആളുകൾ വരാറുണ്ട്. അതല്ലാതെയും വരും. ഈ ആളുകൾ ഇല്ലാതെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ അയാൾ നോക്കും, ഇനി അയാളെ പരിചയപ്പെടും, നമുക്ക് കൂടുതൽ ബന്ധമാണെങ്കിൽ നമുക്ക് നമ്പർ മേടിക്കാം. ഈ നിർബന്ധപൂർവ്വം അയാൾക്ക് വേണ്ടി തല്ലുകൂടുന്ന പരിപാടികളും നമ്മളിവിടെ ഇല്ല. ഇത് വളരെ സ്വതന്ത്രമായ ഒന്നാണ്. നമ്മളവിടെ വടിയെടുത്ത് പിന്നാലെ നടന്ന് പഠിപ്പിക്കുന്ന പരിപാടിയല്ല. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്തത് ഒരു കാരണവശാലും വേറൊരാൾക്ക് നമ്മൾ കൊടുക്കരുത്. മദ്യാസക്തനാണ്, മദ്യാസക്തൻ അങ്ങനെ നിർബന്ധപൂർവ്വം അവന്റെ പിന്നാലെ നടന്നാലും നമുക്ക് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ പുതുതായി കടന്നു വരുന്ന ആളുകൾ, അവരുടെ മുന്നിലേക്ക് നമ്മൾ നീട്ടിവെക്കുകയാണ്, ഇതാ സ്പോൺസർമാരുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരാളെ നിങ്ങൾക്ക് ആരെ മനസ്സെടുക്കാം, അയാളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക എന്ന് പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ടെമ്പററി സ്പോൺസർ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് തീരുമാനം എടുക്കാം. ഞാൻ ഇയാളുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ അയാൾക്ക് അറിയണം എന്താണ് ടെമ്പററി സ്പോൺസർഷിപ്പ്, എങ്ങനെ ആയിരിക്കണം ഈ സന്ദേശം പകർന്നു കൊടുക്കേണ്ടത്. ഏതിൽ വന്ന ഒരാളെ അയാളെ നിർബന്ധപൂർവ്വം അയാളുടെ വീട്ടിൽ പോവുകയോ അയാളെ ഫോളോ അപ്പ് ചെയ്ത് നടക്കുകയോ അല്ല സ്പോൺസർഷിപ്പ്. അത് നമ്മൾ വരും ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. ഒരു പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ഗ്രൂപ്പുകൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകളും നമ്മൾ നോക്കിയാൽ മതി. എയുടെ പ്രവർത്തനം ഈ US കാനഡയിലായിട്ട് നിൽക്കുകയും ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള വലിയ ഭൂരിഭാഗം ശതമാനം ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് US കാനഡയിലാണ്. അതിന്റെ കാരണം അതിന്റെ ചിട്ടയായ പ്രവർത്തനമായിരിക്കും. ചിട്ടയായ പ്രവർത്തനം തത്വങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഗ്രൂപ്പുകൾ നിരവധി ഉണ്ടാവും, ഗ്രൂപ്പുകളിൽ നിരവധി ആളുകൾ ഉണ്ടാവും, വിജയിച്ചു നിൽക്കുന്നവരുടെ ശതമാനവും കൂടുതലായിരിക്കും. അതിന് കാരണം ഈ ചിട്ടയായ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് പ്രവർത്തനങ്ങളാണ്. അവിടെ ബാക്കി കാര്യങ്ങൾക്ക് സമയമില്ല. സാധാരണ മനുഷ്യൻ 24 മണിക്കൂറിൽ അവന്റെ ജോലിയും അവന്റെ കുടുംബത്തിന്റെ കാര്യവും യുടെ പ്രവർത്തനവും ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവന്റെ കാര്യങ്ങളും മറ്റുള്ളവന്റെ വിശേഷവും പറയാൻ സമയം ഉണ്ടാവില്ല. പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവന് പരിപാടിയുണ്ട്, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ആ രീതിയിൽ അവരുടെ ജീവിതവും വലിയ രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി ആസൂത്രിതമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് കൃത്യമായി നടപ്പിലാക്കിയ ഓരോ ഗ്രൂപ്പുകളും അതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടങ്ങളിൽ ഏറ്റവും നന്നായിട്ട് സ്പോൺസർഷിപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത് ആസൂത്രിതമായിട്ട് തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ സ്പോൺസർഷിപ്പ് ഉത്തരവാദിത്തം ലിഖിതമൊന്നുമല്ല, ഔദ്യോഗികമല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ കണ്ടെത്തിയതാണ്. പല പാരമ്പര്യങ്ങളും നമ്മൾ എടുത്തത് നമുക്ക് ആവശ്യമായിരുന്നു എന്ന ബോധ്യത്തിലാണ്. നമ്മൾ പാഠങ്ങൾ തെറ്റുകളിൽ നിന്ന് പഠിച്ചിട്ടാണ്. സ്പോൺസർഷിപ്പ് നമ്മുടെ വിജയിച്ച ഒരു മാർഗത്തെ നമ്മൾ സ്വീകരിച്ചതാണ്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെ മദ്യത്തിൽ നിന്നുള്ള മുക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ള സമീപനമാണ് എന്ന് 8-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇപ്പൊ സ്പോൺസർഷിപ്പ് ഉത്തരവാദിത്തം ലിഖിതമോ ഔദ്യോഗികമോ ഒന്നും അല്ല. പക്ഷെ 12 പടികളിലൂടെ മദ്യത്തിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള സമീപനമാണ്. 12 പടികളിലൂടെ പോകാനാട്ടോ, മദ്യം മാറ്റി നിർത്താനല്ല. അത് നേരത്തെ പറഞ്ഞു.
പറയുന്നില്ല മദ്യം മാറ്റി നിർത്താനായിട്ട് തന്നെ നിങ്ങൾക്ക് വേണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. യുടെ 12 പടികളെ കൃത്യമായിട്ട് ജീവിതത്തിലേക്ക് പാലിക്കാൻ ഈ സ്പോൺസർഷിപ്പ് അടിസ്ഥാനമായിട്ടുള്ള എപ്പോഴും പറയുന്ന ഒരു സമീപനമായിട്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കണക്കാക്കുന്നത്. ഇനി സ്പോൺസറെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും സ്പോൺസർഷിപ്പിലൂടെ മദ്യവിമുക്ത ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും സ്പോൺസർഷിപ്പ് പ്രക്രിയ വിപുലമാക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകൾക്കും അവിടെ സാധാരണയായിട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരവും ഈ ലഘുലേഖയിലൂടെ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് പ്രവർത്തനം ഗ്രൂപ്പുകൾ തന്നെ ഇതിനെ കൊടുക്കാറുണ്ട്, ഗ്രൂപ്പുകൾ തന്നെ വിപുലമാക്കാറുണ്ട്. പിന്നെ ഓരോ വ്യക്തിയും അയാൾ പ്രോഗ്രാമൊക്കെ ചെയ്തു വരുമ്പോൾ സ്പോൺസർ ആവാൻ അവിടെ എളിമയൊന്നുമല്ല. ഇത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് സ്പോൺസർ ആവുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ അവിടെ മാറി നിൽക്കുക അല്ലെങ്കിൽ സ്പോൺസറുകളുടെ എണ്ണം നോക്കിയിട്ടുള്ള ആളെ അളക്കാനോ ഇതൊന്നും പുറത്തു പറഞ്ഞ് നടക്കേണ്ട പരിപാടിയല്ലത്. വളരെ തികച്ചും വ്യക്തിപരമായിട്ട് രണ്ടുപേർക്കും പ്രയോജനപ്രദമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കൂടുതൽ സ്പോൺസറുകൾ ഉണ്ട് പറഞ്ഞിട്ട് സ്പോൺസർക്ക് പ്രയോജനം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൂടുതൽ നന്നായി സംസാരിക്കുന്ന ആളുമായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആളുമായിട്ട് പ്രോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടും സ്പോൺസർക്ക് പ്രയോജനമില്ല. സ്പോൺസർ കാര്യങ്ങൾ അറിയുന്ന ആളായിരിക്കണം, അയാളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സ്പോൺസർ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അപ്പൊ രണ്ടു കൂട്ടർക്കും വിലയുണ്ട്. സ്പോൺസറുടെ അടുത്ത് നിന്നുള്ള പല മാറ്റങ്ങളും ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നില്ല. അല്ലാതെ സ്പോൺസർ മുകളിലിരിക്കുന്ന ആളും സ്പോൺസർ കീഴെ ഇരിക്കുന്ന ആളുമായിട്ടല്ല ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർഷിപ്പ് വരുന്നത്. അപ്പൊ അതിനാണ് ഈ ലഘുലേഖ കൃത്യമായിട്ട് പാംലെറ്റ് ഉന്നം വെക്കുന്നത്. നിങ്ങൾ സ്പോൺസറെ തേടുകയാണെങ്കിൽ ഈ 12 സ്റ്റെപ്പ് കോളും സ്പോൺസർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാം 12-ാം പടി പ്രവർത്തനം, അതും സ്പോൺസർഷിപ്പും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്. അപ്പൊ ഒരു 12-ാം പടി കോള്, ഒരു ഇന്റർഗ്രൂപ്പിലേക്ക് ഒരു കോള് വരികയാണ്. ആ ഇന്റർഗ്രൂപ്പിന്റെ സെക്രട്ടറി അത് ഒരാൾക്ക് കൈമാറുന്നു. അയാള് മെമ്പറെ പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരുന്നു. അയാളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ചായ കുടിച്ചിട്ട്. അത് ടെമ്പററി സ്പോൺസർഷിപ്പിന്റെ തുടക്കമാവാം. പക്ഷെ അത് മാത്രമല്ല സ്പോൺസർഷിപ്പ്. നമ്മളൊരാളെ കൊണ്ടുവന്നു, അയാളുടെ കാര്യങ്ങൾ ആക്കി എന്നുള്ളത് മാത്രമല്ല. ഒരാൾ മദ്യാസക്തനാണെന്ന് സ്വയം സമ്മതിക്കുമ്പോൾ, ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതിനായി സഹായം സ്വീകരിക്കാൻ സന്നദ്ധനാകുമ്പോൾ, തുടർച്ചയായ രീതിയിൽ സഹായം സ്വീകരിക്കുന്ന രീതിയാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന പ്രവർത്തനം വികസിച്ചിട്ടുള്ളത്. ഇപ്പൊ 90 ഡേയ്സ് 90 മീറ്റിംഗ് ഒക്കെ വരുന്നതിന്റെ കാരണമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ തുടർച്ചയായിട്ട് എന്താണ് എന്ന് അറിയാൻ ഒരു ഓപ്പൺ മൈൻഡ്നെസ്സിൽ സമീപിക്കാൻ പറ്റും. ഇപ്പൊ ചില സമയങ്ങളിൽ ചില ആളുകൾ ടെമ്പററി സ്പോൺസർഷിപ്പ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ 12-ാം പടി പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന് പറയുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 സ്റ്റെപ്പ് കമ്മിറ്റികൾ ഉണ്ടാവും ഗ്രൂപ്പുകളിൽ. അവിടെങ്ങളിലൊക്കെ ടെമ്പററി സ്പോൺസർമാരുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇവരെ മീറ്റിംഗിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ സമീപനം എടുക്കേണ്ടത്, ആ കുറച്ച് ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ്. ഇതാണ് ടെമ്പററി സ്പോൺസർ ചെയ്യുന്നത്. ബിഗ് ബുക്ക് എങ്ങനെ നമുക്ക് തുടങ്ങാം, ഏതൊക്കെ കാര്യങ്ങൾ വായിക്കാം, എന്താണ് എയുടെ ലിറ്ററേച്ചറുകൾ, 12 എന്ന് പറയുന്ന ആ പുസ്തകം എന്താണ് എയുടെ പാരമ്പര്യം, എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് നിരന്തരമായിട്ട് വരുന്നു, അവരുമായിട്ട് ചായക്കടയിൽ ഇരിക്കുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു. അതാത് ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിലൊക്കെ തന്റെ അനുഭവം ഇങ്ങനെയാണെന്ന് പറയുന്നു. മറ്റു ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, എങ്ങനെ എയിലൂടെ നിൽക്കണം. ഇതാണ് ടെമ്പററി സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനം. അപ്പോ ഇത് തുടർച്ചയായിട്ട് ടെമ്പററി സ്പോൺസർഷിപ്പ് ആണെങ്കിലും തുടർച്ചയായിട്ട് അയാളെ എയിൽ നിർത്തുന്ന ഉത്തരവാദിത്തം ടെമ്പററി സ്പോൺസർക്ക് ഉണ്ട്. ഈ ടെമ്പററി സ്പോൺസർക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതാവാം. അതല്ല, അയാൾക്ക് ഈ ഒരു പരിപാടി മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇനി പ്രോഗ്രാം ഏകദേശം അയാൾക്ക് മനസ്സിലാവുകയാണ്, ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിൽക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അയാൾ തന്നെ സ്വയം എടുക്കും, അല്ലെങ്കിൽ അയാളോട് പറയാം, നിങ്ങൾക്കൊരു സ്പോൺസറെ തിരഞ്ഞെടുക്കാം, പ്രോഗ്രാം പരിശീലിക്കാം, ഇന്ന ആളുകളുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ടെമ്പററി
ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പുകളിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മൾ ഒരിക്കലും അതിന് നിർബന്ധപൂർവ്വം ഇന്ന ആളെ എടുത്തോ അത് ശരിയാകുമെന്ന നമ്മുടെ ജഡ്ജ്മെന്റ് അവിടെ കൊടുക്കില്ല. ഏതിൽ നമുക്ക് ഒരു കാരണവശാലും ഒന്നിലും ജഡ്ജ്മെന്റ് പറ്റില്ല. ഇനിയിപ്പോ നമ്മുടെ സ്പോൺസർ ആയി എന്ന് വെച്ചിട്ട് ആ സ്പോൺസർക്ക് നമുക്ക് ഒരാളെ കൊടുക്കാനോ അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെടുന്നോ സ്പോൺസർ നന്നായോണ്ട് സ്പോൺസർ കുടി നിർത്തുന്നോ ഏതിൽ പറയുന്നില്ല. കുടി നിർത്തണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ തന്നെ പ്രവർത്തിക്കണം. അയാളുടെ സ്വഭാവം മാറണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലാണ്. ഞാൻ പ്രോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 50 പേജുള്ള സാധനം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. അത് നമ്മൾ സ്വയം തീരുമാനിക്കണം. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എങ്ങനെ മാറ്റം ഉണ്ടാവണം, അതോ ഞാൻ എൻ്റെ പഴയ ഡിനയിൽ എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവം മാത്രമാണോ, എന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. അവിടെയാണ് ആര് സ്പോൺസർ ആയി എന്നുകൊണ്ടോ സ്പോൺസർ ഉണ്ടായത് കൊണ്ടോ മാറ്റം ഉണ്ടാവില്ല. മാത്രമല്ല സ്പോൺസർ എന്ന് പറയുന്നത് ഉപദേശം ചോദിച്ച് വിളിക്കുന്ന പരിപാടിയല്ല. ആ സ്പോൺസർ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുന്ന പരിപാടിയല്ല. ഇതാണ് 2 തരം സ്പോൺസർഷിപ്പാണ് പ്രധാനമായിട്ട് വരുമ്പോൾ. ഒന്ന്, മീറ്റിംഗിൽ തുടർച്ചയായി പുതുമക്കാരനെ നിലനിർത്തുകയും എയുടെ പാരമ്പര്യങ്ങളും എയുടെ ലിറ്ററേച്ചറുകളും പൊതുവെ പ്രവർത്തിക്കുന്ന രീതികളിലും ആ നവാഗതന് തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അയാളെ ഒരു പ്രോത്സാഹജനകമായിട്ട് എയിൽ തുടർച്ചയായിട്ട് നിൽക്കുക. അയാളുടെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിർത്തുകയും പ്രോഗ്രാമിനോട് താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അയാളെ മാറ്റുകയും ചെയ്യേണ്ടത് ടെമ്പററി സ്പോൺസറുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ. ഇനി സ്പോൺസർഷിപ്പ് പുതുമക്കാരെ എങ്ങനെയാ സഹായിക്കുക? ഒരു നവാഗതനാണ് നവാഗതരെ അവരെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി സ്പോൺസറുമായിട്ട് മദ്യാസക്തിയുമായിട്ട് അവർക്ക് ബന്ധപ്പെട്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ മദ്യം പെട്ടെന്ന് നിർത്തുന്നതിന്റെ ഫലമായിട്ട് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വീട്ടിലെ ആളുകളുമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള അവരുടെ കുഴപ്പങ്ങൾ, അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ. അപ്പൊ ഇതൊക്കെ എനിക്ക് ഒരാളോട് പറയാൻ പറ്റുമെന്നൊരു ഉറപ്പ് പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി സ്പോൺസർ അദ്ദേഹത്തിനെ ഓരോ കാര്യങ്ങളിൽ വിളിക്കുമ്പോഴും ആശ്വാസത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അപ്പൊ നമുക്കൊരാളുണ്ട് എന്നുള്ള ബോധ്യം, ആ ടെമ്പററി സ്പോൺസർഷിപ്പ്, അത് ടെമ്പററി സ്പോൺസർ ആണെന്ന് അറിഞ്ഞെടുത്തതായിരുന്നില്ല. പക്ഷെ എന്ത് കാര്യത്തിനും അയാളെ വിളിക്കുമായിരുന്നു. അയാൾ അനുഭാവപൂർവ്വം പല കാര്യങ്ങളിലും അത് കുഴപ്പമില്ലടാ ഇങ്ങനെ ചെയ്തോ എന്ന് ഒരു അനിയനെ പോലെ പറഞ്ഞു തരുമ്പോ ആരും ഇല്ലാതെ മദ്യാസക്തി നമ്മൾ പറയുന്ന പോലെ ഏകാന്തതയുടെ രോഗമാണ്. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട ഒന്നും ഇല്ലാതെ വരുന്ന ഒരാൾക്ക് ഒരു ആത്മവിശ്വാസം തരുന്ന ഒരാളായിട്ട് ടെമ്പററി സ്പോൺസർ വരികയാണ്. അത് കുഴപ്പമില്ലടാ ഇങ്ങനെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇന്ന ഒരാളെ അറിയാവോ, അയാൾ ഈ രീതിയിൽ പോയതാ, അപ്പൊ അയാൾക്ക് മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു മീറ്റിംഗിലേക്ക് എത്താനുള്ള കൂടുതൽ പ്രോത്സാഹനം തരുന്നു. ആ രീതിയിൽ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു നല്ല ടെമ്പററി സ്പോൺസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്റെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് പുതുമക്കാരന് കിട്ടുകയാണ്. മാത്രമല്ല ഏറ്റവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന സഹാനുഭൂതിയുള്ള ഒരു സുഹൃത്തിനെ കിട്ടുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ടെമ്പററി സ്പോൺസർഷിപ്പിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഡൊമൈൻ ചെയ്തുകൊണ്ട് നിൽക്കരുത്. സ്പോൺസർഷിപ്പിൽ പുതുമക്കാരെ സഹായിക്കേണ്ട രീതി കൂടി നമുക്ക് എടുക്കാം. അവിടെ ആദ്യകാലത്തൊക്കെ നമ്മൾ കുറച്ച് ദിവസം കൂടി അങ്ങ് നിർത്തി കഴിയുമ്പോ എനിക്ക് തോന്നും ഞാൻ എന്തോ ആയി, ഈ പുതുതായിട്ട് വരുന്നവൻ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന മനോഭാവം ഉണ്ടാവും. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഇഷ്ടമാണോ നമ്മളോട് വല്ലവരും അങ്ങനെ പെരുമാറുമ്പോ? അതുകൊണ്ടാണ് ഈ റാഗിങ് ഉണ്ടാവുന്ന പോലെ നമ്മൾ വരുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഈ പഴമക്കാരുടെ കുറ്റം പറയുകയും ഈ പഴമക്കാരെക്കാൾ വലിയ ബ്ലീഡിംഗ് ആയിട്ട് ഞാൻ മാറുകയും ചെയ്യും. ഞാൻ അടിച്ചേൽപ്പിക്കും, ഞാൻ വിധിക്കാൻ തുടങ്ങും, അവനൊന്നും രക്ഷപ്പെടില്ല, അവരൊന്നും ശരിയല്ല എന്ന വിധി പ്രസ്താവങ്ങൾ ഞാൻ നടത്താൻ തുടങ്ങും പ്രോഗ്രാമിൽ. അല്ലെങ്കിൽ അതേപോലെ ഈ പുതുമക്കാരെ സഹായിക്കുന്നതും എന്റെ 12-ാം പടി പ്രവർത്തനങ്ങളും ഞാൻ വിളിച്ച് കണക്കുകൾ പറയില്ല. അപ്പൊ ഒരു നവാഗതനെ ഡൊമൈൻ ചെയ്തുകൊണ്ട് നിൽക്കാനല്ല ടെമ്പററി സ്പോൺസർ പ്രവർത്തിക്കുന്നത്. പുതിയ ഒരാൾക്ക് ആവശ്യമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഏത് രീതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് ഒരു സുഹൃത്തിനോടെന്ന പോലെ എങ്ങനെ ഞാൻ അത് ചെയ്തു. അല്ലാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തേ പോകാൻ പാടൂ, ഞാൻ പറഞ്ഞ മീറ്റിങ്ങിലേ പോകാൻ പാടൂ എന്ന രീതിയല്ല. നീ ഈ രീതിയിൽ പോകരുത്, അയാളെ കേൾക്കരുത്, അയാളെ വിളിക്കരുത്, ഇതൊന്നും നമ്മളില്ല ഇവിടെ. അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും. എന്തല്ല എന്ന് നമ്മൾ പറയാൻ പാടും. ഇപ്പോ
നമ്മൾ അറിയാറുണ്ട് സമൂഹത്തിൽ മോശമായിട്ടുള്ള രീതികളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവായിട്ട്. അതൊന്നും നമ്മുടെ ബോധ്യങ്ങൾ നമ്മൾ വേറൊരാളിലേക്ക് ടെമ്പററി സ്പോൺസർ ആയിരിക്കുമ്പോൾ നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. വേറെ ആളുകളെ കുറ്റം. എയിൽ സാമ്പത്തിക ഇടപാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. വേറെ ഇടപാടുകളൊക്കെ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ടെമ്പററി സ്പോൺസർ. കാരണം അതല്ലാതെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആളെ നീ സൂക്ഷിച്ചോ, അവൻ പൈസ മേടിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ ടെമ്പററി സ്പോൺസർഷിപ്പ് നമ്മൾ ചെയ്യരുത്. അത് പലപ്പോഴും നമുക്ക് പറയാം, പൊതുവായി പറയാം, ഈ രീതിയിലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നതാണ്. മറ്റേ നമ്മുടെ ജഡ്ജ്മെന്റ് ആയിരിക്കും. കാരണം അയാൾ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരദൂഷണം അറിയാതെയെങ്കിലും ആ രീതിയിലേക്ക് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മുടെ ലൂസ് സ്റ്റോക്കുകൾ വരും. അപ്പോ ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് പുതുമക്കാരെ കൃത്യമായിട്ട് സഹായിക്കാനുള്ളതാണ്. പുതുമക്കാരനെ സംബന്ധിച്ചോളം സഹാനുഭൂതിയുള്ള ഒരു സുഹൃത്തിനെ കിട്ടുന്നു. സ്വന്തം ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പിലുള്ള മറ്റു ആളുകളെ കണ്ടെത്താൻ മുന്നേ കടന്നുപോയ ഒരാളായതുകൊണ്ട് ഈ സ്പോൺസർ സഹായിക്കും. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നു. ഇനി ഈ സ്പോൺസറെ എങ്ങനെയാണ് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുക? നമ്മൾ ഈ സ്പോൺസറെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റും? അപ്പൊ അത് എയിലെ മറ്റു പ്രവർത്തനങ്ങൾ പോലെ തന്നെ മറ്റ് അനൗപചാരികമായിട്ട് തന്നെയാണ് നമ്മൾ സ്പോൺസറെ കണ്ടെത്തുന്നത്. നമുക്ക് അനുയോജ്യമാണ് എന്ന് തോന്നുന്ന ഒരാളെ അയാളോട് സ്പോൺസർ ആവാൻ നമുക്ക് ആവശ്യപ്പെടാം. പ്രത്യേകിച്ച് അവിടെ നിയമങ്ങളൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമുക്ക് മനസ്സിലാവും. അവരോട് നമുക്ക് ആവശ്യപ്പെടാം. സാധാരണഗതിയിൽ അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും സന്തോഷത്തോടു കൂടി, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുബോധത്തിന്റെ നിലനിൽപ്പിനാണ് സ്പോൺസർഷിപ്പ് ഉണ്ടാവുന്നത്, സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. അപ്പൊ അവിടെ ഒരു പഴമൊഴി പറയാറുണ്ട്, വിജയിച്ചവരോട് ചേർന്ന് നിൽക്കുക എന്നത് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രോഗ്രാമിലൂടെ ദൈനംദിന ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരാളുമായിട്ട് അനുഭവങ്ങൾ പങ്കുവെക്കുക തികച്ചും യുക്തിസഹമാണ്. ഈ വിജയത്തിനൊക്കെ വലിയ മാനദണ്ഡങ്ങളും പലപ്പോഴും തർക്കവിഷയമായിട്ടുള്ള കാര്യമാണ്. പൊതുവെ പറയുന്നത് മദ്യരഹിതമായിട്ട് നിൽക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ അവരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കാര്യങ്ങളെ നേരിടുന്ന വിധം, അത് അവരുടെ ഷെയറിംഗിലും മറ്റുള്ളവരുമായിട്ടുള്ള പ്രവർത്തനം, ആ രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ അതൊരു യുക്തിസഹമായിട്ട് എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ ആഗ്രഹിക്കുക. കാരണം നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റത്തിനാണ് നമ്മൾ സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ കുടിയിൽ നിന്ന് 1 വർഷമോ അതിലധികമോ ആയി മാറി നിൽക്കുന്ന സുബോധാവസ്ഥ ആസ്വദിക്കുന്ന ആരെയും നമുക്ക് സ്പോൺസറായിട്ട് തെരഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ എയുടെ അംഗത്വത്തിന്റെ കാര്യം പോലെ തന്നെ പണമോ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് വർഷങ്ങളുടെ പഴക്കമല്ല. എയിൽ ഏതെങ്കിലും ഒരു സേവക സ്ഥാനത്ത് ഇരിക്കുന്നതല്ല, വർഷങ്ങൾ ആയിട്ടു എന്നല്ല. നമ്മുടെ ആ ജീവിതത്തിൽ നമുക്കിത് ഏറ്റവും പ്രധാനം, നമ്മളിത് ഈ അഭിമാനബോധം നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പമുണ്ടാകും. നമ്മൾ അയാളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അഭിമാനബോധം സൂക്ഷിക്കുക. നമ്മൾ എന്തിനാണ് സ്പോൺസർഷിപ്പ് എന്ന് നമുക്കറിയണം. ഇപ്പൊ ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പുതുമക്കാർ സാധാരണഗതിയിൽ അത് ഇവിടെ നടക്കാറില്ല, അല്ലെങ്കിൽ അത് എളുപ്പമല്ല. നമ്മുടെ ഗ്രൂപ്പുകൾ അതായി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പ്രോഗ്രാം സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രോഗ്രാം സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിലേക്ക് എത്താനായിട്ട് ഒരു സ്പോൺസറെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. ആ സ്പോൺസർ ആര് എന്നത് യാതൊരു വിധത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിജയം, അയാൾ സുബോധാവസ്ഥയിൽ കൃത്യമായിട്ട് നിൽക്കുന്നതാണോ, അയാളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അയാൾ വിശ്വസ്തനാണോ, കാര്യങ്ങൾ അയാളുമായിട്ട് സംസാരിക്കാൻ പറ്റും, അയാൾക്ക് പ്രോഗ്രാം അറിയോ എന്നതാണ് പ്രധാന കാര്യം. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത എയിലെ സുഹൃത്തിനോട് പോലും എനിക്ക് സ്പോൺസർ ഉണ്ട്, അത് ഇങ്ങനെയാണ് പറയേണ്ട കാര്യമില്ല. എന്താ കുഴപ്പമുണ്ടാവുക? ഈ സുഹൃത്ത് തെറ്റിക്കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ ഇയാൾക്ക് നമുക്കുണ്ടാവുന്ന ഓരോ വീഴ്ചയിലും നമ്മുടെ സ്പോൺസറുടെ മേൽ ആരോപിക്കപ്പെടും. എങ്ങനെ പോകാൻ കുടിക്കാതിരിക്കും, ഇന്ന ആളുടെ സ്പോൺസർ അല്ലേ എന്ന് പറയും. ഇത് പ്രശ്നമാണ്. ഇനി നമ്മുടെ സ്പോൺസർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവിടെ പല കണ്ടൂടായകളുണ്ട്, വെറും കണ്ടൂടായകളുണ്ട്, അസൂയകളുണ്ട് മറ്റുള്ളവരോട്. ആളുകള് ഇത്തരം പ്രസ്താവനകളൊക്കെ ഇവിടെ ഇറക്കും, മറ്റുള്ളവരെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പുതിയതായുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കും. ഒരു തരത്തിലും ബോധ്യമില്ലാത്തത്. മനുഷ്യന്റെ നെഗറ്റീവ് സ്വഭാവം മനുഷ്യന് ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അത്യാസക്തരാണ് നമ്മൾ. അതുകൊണ്ട് സ്പോൺസർ ആരാണ് എന്ന് വേറൊരാളോട് പറയുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം, അയാളുടെ നെഗറ്റീവ് നമ്മളുടെ സ്പോൺസർ എക്സ് എന്ന അംഗമാണെങ്കിൽ എക്സിനെ കുറിച്ച് അയാൾക്കുള്ള മുഴുവൻ നെഗറ്റീവ് കാഴ്ചപ്പാട് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും
നമ്മളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും. സംഭവിക്കാൻ പോണെന്താ, ഈ എക്സുമായിട്ട് പകുതി വഴിക്ക് എത്തി പിന്നെ നമ്മൾ സ്പോൺസറെ കണ്ടെത്തില്ല. അതോടുകൂടി നമുക്ക് പണി കിട്ടും. മറ്റവന് ചിലപ്പോൾ ഇതായിരിക്കും അവന്റെ സുഖം. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കാണ് സ്പോൺസർ ആവശ്യം. ഒരു കാരണവശാലും എത്ര ബന്ധാണെങ്കിലും ഏത് സ്പോൺസർ ആരാ, സ്പോൺസർ ഉണ്ട്, അതൊക്കെ നമ്മുടെ വ്യക്തിപരമാണ്. സ്പോൺസർ ഉണ്ട്, ആ കാര്യങ്ങൾ പറയാം. ആരാന്നുള്ളത് പറയേണ്ട കാര്യമില്ല. കാരണം ഇത്തരം ഒരു ചതി ഇവിടെ പതിവിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, നമ്മുടെ രോഗത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് അവരോടും വിരോധമില്ല, മനുഷ്യർ ചെയ്യും അതൊക്കെ. അതുകൊണ്ട് ഒരു കാരണവശാലും സ്പോൺസർ ആരാണെന്ന് വ്യക്തി വെക്കരുത്. കാരണം മറ്റുള്ളവൻ അവന്റെ നെഗറ്റീവ് മുഴുവൻ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഇപ്പോ വിജയിച്ചു നിൽക്കുന്ന ഒരാള് പണത്തിന്റെയോ അയാളുടെ സുബോധാവസ്ഥയുടെ ബലത്തിലല്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ മദ്യാസക്തരെ പോലെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളൊന്നുമില്ല. നല്ല ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് മദ്യാസക്തരെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പറ്റിക്കില്ല. എന്നാലും കുറെ ശുദ്ധതകൾ, നമ്മുടെ കഴിവുകേടുകൾ കൊണ്ട് സംഭവിക്കുന്ന ശുദ്ധതകളാണ് നമ്മളെ പറ്റിക്കപ്പെടുന്നത്. അത് നമ്മൾ പ്രോഗ്രാമിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ തെറ്റുകൾ. അതുകൊണ്ട് തന്നെ സ്പോൺസറെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഇതാണ്. ഇനി സ്പോൺസറും ഈ വരുന്ന പുതുമക്കാരനും അല്ലെങ്കിൽ സ്പോൺസിയും തമ്മിൽ സമാനതകൾ ഉള്ളവരാകേണ്ടതുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഈ പുതുതായിട്ട് കടന്നു വരുന്ന ഒരു പുതുമക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്വാസകരമായി തോന്നുന്ന തന്റെ അതേ ചുറ്റുപാടുകളും താല്പര്യമുള്ള ഒരു സ്പോൺസറോടാണ്. അപ്പൊ അവിടെ ഒരു ഡോക്ടറെയും, വീട്ടമ്മ ഒരു വീട്ടമ്മയെയും, വിശ്വാസി മറ്റൊരു വിശ്വാസിയെയും, നിരീശ്വരവാദി മറ്റൊരു നിരീശ്വരവാദിയെയും, ഒരു ഐറിഷ് വംശജൻ മറ്റൊരു ഐറിഷ് വംശജനുമായിട്ടും, കറുത്ത വർഗക്കാരൻ എന്ന പോലെ നമ്മൾ പറയാറുണ്ട്. ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം എയുടെ അനുഭവങ്ങൾ വ്യക്തമാകിയത് ഈ രീതിയിൽ മാത്രമല്ല. പലപ്പോഴും വ്യത്യസ്തമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചരിത്രം വ്യക്തമാക്കുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ അയാളുടെ ജോലിയോ നേരത്തെ പറഞ്ഞ രീതിയിലല്ല. ആകെയുള്ള ഒരു നിർദ്ദേശം സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനും എന്നുള്ളതാണ്. അത് വേറെ കുറെ കാര്യങ്ങളും സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് കർശനമായിട്ട് സ്പോൺസർഷിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പറയാറുണ്ട്. അതില് ബാക്കി കാര്യങ്ങളൊക്കെ മദ്യാസക്തിയിൽ നിന്നുള്ള എയിലൂടെ മോചനം എത്രത്തോളം അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇതാണ് സ്പോൺസർഷിപ്പിന്റെ പ്രാധാന്യമായിട്ട് നോക്കാറുള്ളത്. അയാളുടെ പെരുമാറ്റം, അയാള് പ്രോഗ്രാമിലാണോ, അതാണ് നമ്മൾ എടുക്കാറുള്ളത്. അയാളുടെ ജോലിയോ, അയാൾ ഇന്ന ജോലി ആയതുകൊണ്ട് നമുക്ക് സഹായം കിട്ടണം എന്നൊന്നുമില്ല. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അവർക്കത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഒരാളോട് പറഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതിന് പ്രാധാന്യമുള്ളത് മദ്യാസക്തി എന്ന് പറയുന്ന ആ ഭാഗമാണ്. നമുക്ക് ആ ഭാഗം എടുക്കാം. നമ്മുടെ ജോലിയുടെ സംബന്ധമായിട്ട് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറാണ് സ്പോൺസർ എന്നുണ്ടെങ്കിൽ അയാളോട് ലീഗലായിട്ടുള്ള വശങ്ങൾ അയാളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ചോദിക്കാനായിട്ട് സീനിയേഴ്സ് ഉണ്ട്, വേറെ സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിന് തന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവേണ്ട തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും അതൊരു ഓട്ടോ ഡ്രൈവറിന്റെ അടുത്തുനിന്ന് എടുക്കാൻ പറ്റും, പാഠം പഠിക്കാൻ പറ്റും. ഒട്ടും കുറഞ്ഞതല്ല അത്. ഏതൊരു മനുഷ്യരും അവന്റെ അനുഭവങ്ങൾ കുറഞ്ഞതല്ല എന്ന് പറയാറുണ്ട് ഏല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയൊന്നും ഒരു പ്രധാന ഘടകമല്ല, അതെല്ലാം നമ്മുടെ തോന്നലുകളാണ്. പലപ്പോഴും ഈ പറയുന്ന പല ആളുകളിൽ നിന്നും സഹായം കിട്ടിയതായിട്ടാണ് ഏയുടെ അനുഭവങ്ങൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനുമാണ് ഉണ്ടാവുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വൈകാരികമായിട്ട് വ്യതിചലിക്കാതിരിക്കാനാണ് ഈ സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് അതിന്റെ കുഴപ്പമുണ്ടാവുക എന്ന്. ഇനി നവാഗതൻ ഒരു സ്പോൺസറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യം. ഒരു സ്പോൺസറിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? പലപ്പോഴും നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്തലായിട്ടോ വേറെ ആളുകളെ കമ്പയർ ചെയ്യുന്നതായിട്ടോ ധരിക്കരുത്. ഇത് നമ്മുടെ അനുഭവങ്ങളിലൂടെ കണ്ടതും തെറ്റായി എന്ന് തോന്നുന്നതുമായ കാര്യത്തെ പങ്കുവെക്കുകയാണ്. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും അത് എടുത്തു പറയുകയാണ് ഞാൻ. വിരോധം ഉണ്ടാവരുത്, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവരുത്. നമ്മളത് തെറ്റായ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് ചൂണ്ടിക്കാണിക്കുക ഒരു മെമ്പർ എന്ന നിലയിൽ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്പോൺസർ എന്ന് പറയുന്നത്
തെറ്റായ ഒരു കീഴ്വഴക്കം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ആദ്യത്തെ സ്പോൺസർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറിയ സമയത്ത് പിന്നീട് കാണുന്ന സ്പോൺസറെ വിളിക്കുകയും പ്രോഗ്രാം തുടങ്ങാതിരിക്കുകയും ചെയ്തു. അപ്പോ സ്പോൺസറോട് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്പോൺസർക്ക് സമയമില്ല, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ പറയാ നീ അത് ഓൾറെഡി ഇതിലൂടെ ഒക്കെ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ നമ്മളെ പുകത്തുമ്പോൾ നമ്മൾ ഈ പൊങ്ങനായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. നമ്മളിപ്പോ പ്രോഗ്രാമിലാണെന്നാണല്ലോ അയാൾ പറഞ്ഞത്, അപ്പൊ ഞാൻ പ്രോഗ്രാമിലായിരിക്കും എന്ന് വെറുതെ തെറ്റിദ്ധരിക്കും നമ്മൾ. ഇതിന്റെ ഫലം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പ്രോഗ്രാം ഇട്ട് ചെയ്തതുമില്ല, നമ്മുടെ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും മദ്യം നിർത്തിയത് കൊണ്ട് കാര്യം ഉണ്ടായില്ല. ഇതേ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. മദ്യപിക്കുന്നില്ല, ആ മദ്യപിക്കാതെ ഇരുന്നത് തന്നെ അത്ര കഠിനമായിട്ട് അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടും അടിതട്ടിയത് കൊണ്ടുമാണ്. ഒരു കുടി എനിക്ക് കുഴപ്പമുണ്ടാകുമെന്ന അറിവാണ്, പക്ഷെ അതിനൊക്കെ മറികടന്ന് കുടി കടന്നു വരാനുള്ള സാധ്യതകൾ പലപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഞാൻ അറിയാതെ. അവിടെ സ്പോൺസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് സ്പോൺസർ ഉണ്ട്, ഒരാളെ വിളിക്കാറുണ്ട്. പക്ഷെ പ്രോഗ്രാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിളിക്കുന്ന എന്തിനറിയോ? കല്യാണാലോചന വഴിയാണ്. ഏട്ടാ നമസ്കാരം, ഇന്ന ഒരാള് അവിടുന്ന് ഒരു പെണ്ണുണ്ട്, അതോള് ഇങ്ങനെയാണ്, ഇവള് ഇങ്ങനെയാണ്, ഈ കാര്യം പറയും. പിന്നെ കമ്പനിയില് മുതലാളി ഇപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മറ്റവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു, എന്താ ചെയ്യേണ്ടത്? എന്റെ അനിയൻ ഈ രീതിയിൽ പെരുമാറി, വീട്ടിൽ അവൻ ഇങ്ങനെ പോയി അങ്ങനെ പോയി. ഈ തരത്തിലുള്ള ദൈനംദിന, അന്ന് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഭാര്യ എക്സ് വൈഫ് ഉണ്ട്, അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പറയും. എക്സ് വൈഫ് ഇങ്ങനെ വിളിച്ചു, പൈസയുടെ കാര്യം ചോദിച്ചു, വക്കീലിനെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ട, വക്കീലിന് ഇങ്ങനെ കൊടുക്കണം. അപ്പൊ അതിനൊക്കെ കുറെ ഉപകാരം കിട്ടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിനെ വില പിടിക്കരുത്. പക്ഷെ എന്താ കുഴപ്പം? ഈ ഉപദേശം ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ കാര്യത്തിൽ അയാളുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ പലപ്പോഴും ഈ കുഴപ്പം പറ്റുക എന്ന് പറഞ്ഞാൽ, എന്നെ പോലും മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം ഉത്തരങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് വരാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവഹിതം എന്റെ ഹിതമാക്കി മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എന്റെ സ്പോൺസറെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. എനിക്കൊരു കല്യാണാലോചന വന്നു. ആ കല്യാണാലോചന അതെനിക്ക് ഇഷ്ടമായി. കാരണം മാട്രിമണിയിൽ ഈ പെണ്ണിനെ കണ്ടത് ഞാനാ, സ്പോൺസർ അല്ല. അപ്പൊ ഈ പെണ്ണിനെ തന്നെ വേണം എന്നും, അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല, മാത്രമല്ല ഉള്ളില് ഈ പ്രോഗ്രാം ഒന്നുമില്ല, ഭാര്യ എക്സ് വൈഫിനൊന്ന് കാണിച്ചിട്ട് റെഡിയാക്കണം, ഞാൻ തകർത്തിട്ടില്ലടി എന്ന് കാണിക്കും വേണം. അപ്പൊ ഈ സ്പോൺസറെ വിളിച്ച് ചോദിക്കുക, കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോ പുള്ളിയുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അതിപ്പോ ഇന്ന കാര്യമല്ലേ, ഡൈവേഴ്സ് കഴിഞ്ഞോ? ഇല്ല, അപ്പൊ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ ഇത് ഏർപ്പെടാൻ. ഉടനെ പരിപാടി കഴിഞ്ഞു, അയാൾ ഇഷ്ടമല്ല, ഞാൻ ആഗ്രഹിച്ച മറുപടി പറഞ്ഞില്ലേ അയാള്. അപ്പൊ നീരസം പ്രോഗ്രസ് ചെയ്തു. കാരണം എന്താ? 4-ാം പടി കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. നീരസം പൂർത്തീകരിച്ചു. ഉപദേശം ചോദിക്കുന്ന സ്പോൺസറാണ് ഇനി, പഴമക്കാരനാണ്. ഉടൻ വേറൊരു പഴമക്കാരനെ വിളിക്കുക. നമസ്കാരം ഏട്ടാ, ആദ്യം ഇയാള് പറഞ്ഞ സാധനം ഉണ്ട് പ്രതിരോധമായിട്ട്, ഇത് അങ്ങോട്ട് ചേർത്താണ് പറയും. അപ്പൊ ഇയാൾക്ക് സംസാരിക്കുമ്പോ ഇടയ്ക്കല്ലേ വിളിക്കുന്നത്, ഇവൻ എന്താ വിളിച്ചതെന്ന് അറിയില്ല, അയാൾക്ക് തിരക്കുണ്ടാവും. ഇനിയിപ്പോ അയാൾ വിചാരിക്കോ ഇവന്റെ ഒരു പ്രീതി പിടിച്ചു പറ്റാം. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. മറ്റുള്ളവരെല്ലാം, നമ്മുടെ സോഷ്യൽ ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, മറ്റുള്ളവർ നല്ലത് പറയണമെന്ന് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ചോദിക്കാറില്ല പരിപാടി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മീറ്റിംഗ്, അതൊക്കെ നമ്മളെല്ലാം ചോദിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യരും അവൻ ഡ്രസ്സ് ഇടുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതും ഒക്കെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്പോൺസർ എന്ന് പറയുന്ന ഈ പഴമക്കാരനായാലും മനുഷ്യനായതുകൊണ്ട് അയാള് എന്നെ കുറച്ച് അനുകൂലമായിട്ട് എന്നോട് സംസാരിക്കുകയും ഈ കാര്യത്തിൽ അയാളുടെ ഒരു അഭിപ്രായം, മാത്രമല്ല ഞാൻ ചില മുനകൾ ഒടിക്കുന്ന രീതിയിൽ തന്നെ ഇത് വേണം. അപ്പൊ എവിടെയെങ്കിലും ചാരി നിൽക്കാൻ ഒരാള് വേണം. മറ്റാള് പറഞ്ഞത് കേട്ട് എനിക്ക് എന്റെ സ്വന്തം തീരുമാനം എടുക്കാം, പക്ഷെ ഉണ്ടല്ലോ തെറ്റായ ദിശയിലേക്ക് ഞാൻ വളച്ചു കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ 2-3 ആളെ വിളിച്ച് ചോദിച്ചിട്ട് എന്റെ തീരുമാനത്തിലേക്ക് വരാൻ തെറ്റായ സ്പോൺസർഷിപ്പ് രീതിയായിരുന്നു. പറച്ചില് സ്പോൺസർഷിപ്പ് ഉണ്ടെന്നാണ്, തീരുമാനം എന്റേതാ, എന്റെ ഒപ്പം നിൽക്കുന്ന ആളെ മാത്രം എടുക്കുക, അതിലെന്ത് കാര്യമുള്ളത്? സ്വാഭാവികമായ ആഗ്രഹങ്ങളുടെ നേർ വിപരീതത്തിലേക്ക് പോകണമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ ആവശ്യപ്പെടുമ്പോ ഞാൻ ഇവിടെ കാണിക്കുന്നത് വളച്ചൊടിച്ച് എന്റെ ഹിതം കൊണ്ടുവരിക. എന്നിട്ട് പ്രോഗ്രാമിനെയും സ്പോൺസർമാരെയും പഴമക്കാരെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? തെറ്റ് എന്റേതാണ്. എന്റെ വീഴ്ചകൾക്ക് കാരണം എന്റെ ഹിതം നടപ്പിലാക്കലായിരുന്നു. സ്പോൺസർഷിപ്പിന്റെ തെറ്റായ രീതിയിലാണ് ഞാൻ പോയത്. പ്രോഗ്രാമിനോ ലെ സ്പോൺസർഷിപ്പിനോ അല്ല കുറ്റം. 4-ാമത്തെ പടിയിൽ പറയുന്ന പോലെ കുറ്റം എന്റേത് മാത്രമായിരുന്നു. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർഷിപ്പ് എന്താണ്?
അയാൾ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ല. അത്യാസക്തനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അയാളുടെ മറ്റു കാര്യങ്ങൾ പോവുക, ഇതല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർഷിപ്പ്. ഡോക്ടറുടെ സേവനം നടത്തുക. അയാളുടെ രോഗത്തിന് കുടിച്ചെങ്കിൽ പോയിട്ട് ഒരു സംഭാരം മേടിച്ചിട്ട് ലെമൺ ഒഴിച്ചടിച്ചോ അല്ലെങ്കിൽ സോഡ ഒഴിച്ചടിച്ചോ, നീ മറ്റേ വെള്ളം കുടിച്ചോ എന്ന് പറയുന്ന നേഴ്സിന്റെ സേവനങ്ങൾ, അയാളെ ബാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക, വീട്ടിൽ നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രവർത്തനങ്ങളല്ല. അയാളുടെ പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അവരുടെ വീടുമായിട്ട് സംസാരിക്കുക, അത്തരത്തിലുള്ള വൈവാഹിക കൗൺസിലറുടെ സേവനമല്ല. അപ്പോ സാമൂഹ്യ പ്രവർത്തകനല്ല, ഡോക്ടറല്ല, നേഴ്സല്ല, വൈവാഹിക കൗൺസിലറും അല്ല. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ സുബോധവാനായിരിക്കാൻ, പ്രാഥമിക ഉദ്ദേശത്തിൽ മദ്യരഹിതനായിരിക്കാൻ സ്പോൺസിയെ സഹായിക്കുന്ന, മദ്യവിമുക്ത ജീവിതം നയിക്കുന്ന ആളെയാണ് സ്പോൺസർ എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ടാ പറഞ്ഞിട്ടുള്ളത്. സുബോധവാനായിരിക്കുക എന്നല്ലാതെ വേറൊരു കച്ചവടവും ഇവിടെ ഇല്ല. ഒരു കച്ചവടവും ഇല്ല. അയാളുടെ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നം അയാൾ നോക്കണം. സുബോധവാനായിരിക്കാൻ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളെ പറയണ്ടു. മറ്റേത് ഞാൻ പറയുമ്പോൾ എനിക്ക് അനുഭവമില്ല, ഇങ്ങനെ ആയിരിക്കും എന്ന രീതിയിലാണ്. അല്ലാണ്ട് സ്പോൺസി ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം വരളുന്ന, എല്ലാം അറിയുന്ന ഒരു സർവ്വവിജ്ഞാന കോശമല്ല ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർ. അയാളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറയുന്നതാണ് സ്പോൺസർഷിപ്പ്. അയാളുടെ ദൈനംദിന ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും നിയന്ത്രണം വരുത്തുന്ന, അയാൾ എങ്ങനെ തിന്നണം, അയാൾ എങ്ങനെ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു നിയന്ത്രിതാവല്ല ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർ. ഇനി തൊഴിൽപരമായിട്ട് ലഭിച്ച പരിശീലനമൊന്നുമല്ല. ഇത് തൊഴിലായിട്ട് എടുത്തിട്ടില്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം. എന്താണ് ഇവിടുത്തെ യോഗ്യത? ഒരാളെ സഹായിക്കാൻ നമുക്കറിയാം, മൂന്നാമത്തെ പാരമ്പര്യം പറയുന്ന യോഗ്യതയാണ്. മറിച്ച് ഒരു സ്പോൺസർ ആയിരിക്കാനുള്ള യോഗ്യത വ്യക്തിപരമായ അനുഭവങ്ങൾ, മദ്യം മാറ്റി നിർത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോയ കാര്യങ്ങൾ, പടികളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലൂടെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതാണ് ഒരു സ്പോൺസറെ മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിന് പ്രാപ്തമാകുന്നത്. അപ്പൊ നമ്മളൊരു സ്പോൺസറെ എടുക്കുമ്പോൾ അയാളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങൾ, മറ്റുള്ളവരുടെ കാര്യത്തിലല്ല, അയാളുടെ വ്യക്തി ജീവിതത്തിൽ, അതാണ് സ്പോൺസറുടെ ഏറ്റവും പ്രധാനം. അതാണ് അയാളെ പ്രാപ്തമാക്കുന്നത്. അത് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഉപദേശങ്ങൾ എത്ര കാലം നമ്മൾ എടുക്കും? ഉപദേശങ്ങൾ എടുത്ത് കുടി നിർത്താമായിരുന്നെങ്കിൽ ഇതിന് മുന്നേ കുടി നിർത്തണ്ടേ? ഏതെങ്കിലും ഒരു കുടിയനെ കുടി തെറ്റാണ് എന്ന ബോധ്യമില്ലാത്തൊരു കുടിയൻ ഉണ്ടായിരുന്നു, കുടി നിർത്തായിരുന്നില്ല. എനിക്ക് കുടിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ആദ്യകാലത്ത് ഒഴിച്ച് പിന്നെ ഞാൻ സുഖിച്ചിട്ടേ ഇല്ല. സുഖം ആഗ്രഹിച്ചിട്ടാണ് കുടിച്ചത്. പക്ഷെ ഒരു കുടിയും എനിക്ക് സുഖം തന്നില്ല എന്ന് മാത്രമല്ല, കടുത്ത ദുരിതങ്ങളും ഉണ്ടാക്കി. പക്ഷെ ഞാൻ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. വലിയ നഷ്ടങ്ങൾ, ജയിലിലടക്കം പോയിട്ട് എനിക്ക് എന്നെ കുടി നിർത്താൻ പറ്റിയിട്ടില്ല. ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോകുന്നത് കണ്ടറിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ കുടിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ സത്യമിട്ടിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണയിലും കവിഞ്ഞ് കുടിക്കാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. മറ്റാളുകൾ പറയുന്നുണ്ട് കുടി ഒഴിച്ച് ബാക്കി കാര്യങ്ങളിലൊക്കെ നിനക്ക് നല്ല ബുദ്ധിയാണ്, നിനക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. പക്ഷെ കുടിയുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ഉപദേശം കിട്ടിയോണ്ട് കാര്യമുണ്ട്. ഉപദേശമല്ല സ്പോൺസർഷിപ്പ്. വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ആ പ്രോഗ്രാമിന്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് കേവലമായിട്ട് കുറച്ച് കാര്യങ്ങളല്ല. മദ്യത്തിന്റെ മുന്നിൽ ശക്തിഹീനത എന്തുകൊണ്ടായി, വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന കുടി എനിക്ക് എന്തുകൊണ്ട് കടന്നു വന്നു, എവിടെയാണ് എന്റെ ജീവിതം അനിയന്ത്രിതമായത്? ഏറ്റവും കൂടുതൽ അധ്യായം ബാക്കി വെച്ചത് ഒന്നാമത്തെ പടിക്ക് വേണ്ടിയിട്ടാണ്. വില്ലിന്റെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി ഡോക്ടറുടെ അഭിപ്രായത്തിലുണ്ട് എന്താണ് രോഗം എന്ന കാര്യമുണ്ട്. ബില്ലിന്റെ കഥയിലെ 13ാമത്തെ പേജിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താന്ന് 13 മുതൽ ബില്ല് പറയുന്നുണ്ട്. 2 അധ്യായമാണ് പിന്നീട് 1ാം പടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഭാഗങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ, അത് തങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയ ഒരു സ്പോൺസർ, അയാളുടെ ആ അനുഭവങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും ഉത്തരം അരുളുന്ന സർവ്വരോഗ സംഹാരകനായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നമുക്ക് വരുന്ന എല്ലാ തരത്തിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർ. വളരെ കൃത്യമായിട്ടാണ്. ഈ സ്പോൺസർ മദ്യാസക്തനായിരുന്നു. വളരെ പ്രാധാന്യമുണ്ട്.
അയാൾക്ക് തെറ്റ് പറ്റി അയാളുടെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അയാൾ മദ്യാസക്തനാണ്. നമ്മളെന്തിനാ സ്പോൺസർമാർ അങ്ങനെ ചെയ്തു, നമ്മളെന്തിനാ അങ്ങനെ പറയണത്? മദ്യാസക്തനാണ്. സ്പോൺസർ എന്ന് പറയുന്നത് വിചിത്ര ജീവിയൊന്നുമല്ല. അയാൾ നമ്മുടെ കൂട്ടത്തിലാണ്. നമ്മൾ അങ്ങനെ കാണുകയാണ്, നമ്മൾ അങ്ങനെ ആക്കുകയാണ് ഈ പഴമക്കാരെ. പഴമക്കാരുടെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളും ഈ രീതിയിൽ ആയി മാറാൻ അധികം സമയം വേണ്ട. ഏതെങ്കിലും ഒരാളുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ പറയരുത്. ഈ സ്പോൺസർ എന്ന് പറയുന്നത് വിചിത്രമായ അന്യഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവിയല്ല. അയാൾ ഒരു മദ്യാസക്തനാണ്. അയാളും എന്നെ പോലെ ആയിരുന്നു എന്ന ബോധ്യം. ഇന്ന് ഞാൻ നേരിടുന്ന പല പ്രശ്നങ്ങളും എന്റെ പഴമക്കാരനായ ആ മനുഷ്യനും നേരിട്ടിട്ടുണ്ട്. അയാൾ ഈ പ്രോഗ്രാമിലൂടെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെ ഇതിനെ പരിഹരിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനം. അയാളുടെ ജീവിതത്തില് എന്നെക്കാൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അയാളെല്ലാം അതിജീവിച്ചുകൊണ്ട് അയാൾ ചിലപ്പോൾ ഇന്ന് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കാം. അയാളുടെ അന്നത്തിന് വേണ്ടി കൂലിപ്പണി എടുക്കുന്ന, കരിങ്കല്ലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാളുടെ വീട്ടില്, അയാളുടെ കുടിലിൽ അവിടെ സന്തോഷം ഉണ്ടായിരിക്കും. അയാളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവിടെ കഞ്ഞിയും ചമ്മന്തിയും അയാൾ സന്തോഷത്തോടു കൂടി കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് സ്പോൺസറായിട്ട് സ്വീകരിക്കാം. നിങ്ങൾ മൾട്ടിനാഷണൽ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ആയിക്കോട്ടെ, അയാളുടെ ജീവിതത്തിൽ ഈ 12 പടികളിലൂടെ ആ മനുഷ്യൻ അയാൾ വരുത്തിയ മാറ്റങ്ങളെ, എയുടെ ബുക്കുകളെ അടക്കം 12 പടി അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു. അയാൾ ഈ പ്രോഗ്രാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ സ്പോൺസറായിട്ട് എടുക്കാം. അയാളെ മറ്റു കാര്യങ്ങളും നോക്കണ്ട. ഈ പ്രോഗ്രാമിനെ പരിശീലിക്കാൻ 12 പടികൾ എത്ര പെട്ടെന്ന് പരിശീലിച്ചെടുക്കാൻ പറ്റും. അതെന്തിനാണ്? ഇവിടെ ആരെങ്കിലും ബോധിപ്പിക്കാനാണോ? മീറ്റിങ്ങിലുള്ള ആളുകളെ ഞാൻ 12 പടി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടോ? എനിക്ക് പോകാം മദ്യരഹിതമായിട്ടിരിക്കാൻ. എന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അതിന്റെ താക്കോൽ എന്റെ കയ്യിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അത് മറ്റുള്ളവരുടെ കയ്യിലല്ല. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളും സാഹചര്യങ്ങളും ആയിരിക്കരുത് എന്റെ സന്തോഷത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന ബോധ്യം. വീണ്ടും ഉണ്ടാകുന്ന കുടി കടന്നു വരാതിരിക്കാൻ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. എന്റെ കുടി എന്ന് പറയുന്നത് കടന്നു വരുന്ന എന്റെ സ്വഭാവം. ഞാൻ കുടി നിർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ചില മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഈ കുടി കടന്നു വരാൻ എനിക്ക് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥൂലമായ രോഗത്തിന്റെ അടിമയാണ് ഞാൻ എന്ന ബോധ്യം. ഇവിടെയാണ് സ്പോൺസർ പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പോ അദ്ദേഹം എയുടെ പ്രോഗ്രാമിലൂടെ ഇതിനെ അതിജീവിച്ചൊരു മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിന്റെ യോഗ്യത. ഇന്ന് നമ്മൾ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. മദ്യാസക്തനാണ്. അയാളെ അതീന്ദ്രിയ മനുഷ്യനായിട്ടോ അയാളെ വേറെ രീതിയിലൊന്നും നമ്മൾ കാണണ്ട. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. അയാളൊരു മദ്യാസക്തനാണ് എന്ന ബോധ്യം. അയാൾ നമ്മളെക്കാൾ ഉയർന്നതുമല്ല താഴ്ന്നതുമല്ല. അയാളും നമ്മളും ഒരേപോലെയാണ് എന്ന ആ മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ആവശ്യമാണ് സ്പോൺസറിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അല്ലാണ്ട് അയാളുടെ കളിപ്പാവയാവുകയോ അയാൾ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്, സ്പോൺസർഷിപ്പിന്റെ കുഴപ്പമല്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളിലൊക്കെ വിവേകമുണ്ട്. ഇതിൽ നമ്മൾ വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ നമ്മുടെ കുഴപ്പമില്ല. ഇതിൽ പറഞ്ഞിട്ടില്ലേ നമ്മുടെ എങ്ങനെ ആയിരിക്കണം എന്ന്? വായിച്ചു നോക്കാൻ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ ഈ സ്പോൺസർ പറയുന്ന എല്ലാത്തിനോടും ഈ സ്പോൺസർ യോജിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ സ്പോൺസർ പറയുന്ന ആശയങ്ങളിൽ അവ്യക്തത ഉണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും അസാധാരണത്വം നിങ്ങൾക്ക് അനുഭവപ്പെട്ട തുറന്ന മനസ്സോടെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കത് ചോദ്യങ്ങൾ ചോദിക്കാം. വേറെ ആളുകളെ കുറിച്ചുള്ള കാര്യമായിക്കോട്ടെ, എയുടെ പ്രോഗ്രാമിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ കേട്ട അറിഞ്ഞ അനുഭവങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ആരും പൊട്ടന്മാരൊന്നല്ല. ഇന്ന് ജനിച്ച് വീണവരുമല്ല മദ്യാസക്തര്. നമുക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. ചില ഭാഗങ്ങളിൽ നമുക്ക് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മദ്യാസക്തർക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ടാവുക. ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഓരോ രോഗവും, ഇപ്പൊ നമ്മൾ പറയില്ലേ കുറെ കുഴപ്പങ്ങൾ പേര് പറഞ്ഞു, കുഴപ്പങ്ങളൊക്കെ ഉള്ള ആളുകൾ നോക്കിക്കോളും. അയാൾ ലൂസ് ടോക്ക് നടത്തേണ്ട, പരദൂഷണം പറയണമെങ്കിൽ അയാൾ നല്ല കഴിവുണ്ട്. ചിലപ്പോൾ അയാൾ നല്ല 12ാം പടിക്കാരനാണ്. മനുഷ്യരിലെല്ലാം തന്നെ ഈ ഗുണങ്ങളും കുറവുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ എപ്പോഴും പറയും, 3ാമത്തെ പടിയൊക്കെ വളരെ കൃത്യമായിട്ട് ആശ്രയത്വത്തെ കൃത്യമായിട്ട് ബിഗ് ബുക്ക് തുറന്നു പറയാറുണ്ട്. നമ്മൾ സ്പോൺസർഷിപ്പിന്റെ ആധാരമായത് തന്നെ 98ാമത്തെ പേജിന്റെ സംഭവമാണ്. മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ എങ്ങനെ സുബോധത്തിൽ എത്താൻ പറ്റുമെന്ന ആ കാര്യങ്ങൾ അയാളിലേക്ക് ആളിക്കത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട ഉപാധി വീട് വൃത്തിയാക്കാനുള്ള സന്നദ്ധയും അയാൾ വിശ്വസിക്കുന്ന വലിയ ശക്തിയിലുള്ള വിശ്വാസവുമാണ് എന്ന് 98ാമത്തെ പേജ് പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ പടിയിലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ ആശ്രയിച്ചാൽ അന്തമില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെടും. ഇവിടെ ദൈവസമാനമായിട്ട്
വേറെ ഗുരുവായിട്ട് ഒട്ടും മാറ്റമില്ലാത്ത അയാൾ പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്ന അടിമയായിട്ട് സ്പോൺസിയെ നമ്മൾ പ്രതിഷ്ഠിക്കരുത്. നമ്മൾ അത്തരത്തിലേക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരാളുടെയും കയ്യിലെ കളിപ്പാവയായി മാറലല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർഷിപ്പ്. അയാൾ പറയുന്ന ആശയങ്ങളിൽ അവ്യക്തി ഇവിടെ വേറെ ഒരു കാര്യത്തിനും നമ്മൾ സഹായം എടുക്കുന്നില്ല. അയാളുടെ ഒപ്പമുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കില്ല. വേറെ ആളുകളുടെ കാര്യങ്ങൾ പറയാനോ മറ്റുള്ളവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ നമ്മളില്ല. നമ്മൾ മദ്യരഹിതമായിരിക്കാൻ അവിടെ വന്നത്. നമ്മൾ ആലോചിക്കണം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ വളരെ ചെറിയ 1000-ഓളം പേര് പോലും ഇല്ല. നമ്മൾ എവിടെയാ നമ്മളിവിടെ ഗ്രൂപ്പ് കളിക്കുന്നത്, എവിടെയാ നമ്മൾ ആള് കളിക്കുന്നത്, എന്ത് ആള് കളിച്ചിട്ട് കിട്ടാൻ പോകും നമുക്ക് ഇവിടെ എന്ന ബോധ്യം ഉണ്ടായ ഈ പ്രോഗ്രാം കൃത്യമായിട്ട് നമുക്കൊരു കംപ്ലൈന്റും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ എങ്ങനെയെന്നുള്ളതല്ല, ഞാൻ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്നുള്ള. സ്പോൺസർ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് അവ്യക്തതയും അസാധാരണത്വം അനുഭവപ്പെട്ട സ്പോൺസി തുറന്ന മനസ്സോടെ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഇത് നടക്കില്ല എന്ന് പറയണം. പറ്റാത്ത കാര്യങ്ങൾ പറയുക, സാമ്പത്തികമായിട്ട് നിങ്ങളോട് പൈസയുടെ സഹായം ആവശ്യപ്പെടുക, അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ അടിമയെ പോലെ ഇരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുക, അയാൾ പറഞ്ഞ പോലെ തന്നെ നടക്കണം എന്ന് പറയുക, വേറെ മീറ്റിങ്ങിന് പോകണ്ടെന്ന് പറയാ, ചേട്ടാ നടക്കില്ല. അത് സ്പോൺസർ വേറെ എടുക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ നമ്മുടെ ആദർശം, നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതികൾ വേറെ ആൾക്ക് വേണ്ടി പണയം വെക്കരുത്. അടിമയായി പ്രവർത്തിക്കുന്ന ഒന്നല്ല ഇവിടെ. നമ്മളും ആരെയും അടിമയാക്കുന്നില്ല. ആരും ഇവിടെ അടിമയും ഇല്ല, ഉടമയും ഇല്ല. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുന്ന ആത്മീയതയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. മറ്റു മനുഷ്യരെ അവരെ കരുതി എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പരിശീലനം. അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ, പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. തുറന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഈ ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ പേടിച്ചിട്ട് സ്പോൺസറെ വിളിക്കുമ്പോൾ അയ്യോ ഞാൻ വിളിച്ചാൽ കുഴപ്പമായോ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയൊന്നും അല്ല. ആ സുഗമമായിരിക്കണം, എന്നാലേ തുറന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റൂ. അത് വിളിച്ചു കഴിഞ്ഞാൽ 4 തെറിപ്പുറത്ത് വിളിച്ചിട്ട് എന്നോട് ആരോടാ ഈ സമയത്ത് വിളിക്കാൻ പറഞ്ഞ, താങ്ക് യു എന്ന് പറയുക. അയാളെ പിന്നെ വിളിക്കരുത്. എന്തിനാ അങ്ങനത്തെ സ്പോൺസർ? നമ്മൾ ശ്രദ്ധിക്കണം. മുകേഷിനെ വിളിച്ച പോലെ രാത്രി 1 മണിക്ക് അയാളുടെ സമയം നോക്കി വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വിവേകത്തോടു കൂടിയാണോ നമ്മൾ പരിശോധിക്കണം. മുൻകൂട്ടി അനുവാദം, അത് ഏതൊരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അയാളെ ഏൽക്കാറ്. മറ്റു സ്ഥലങ്ങളിൽ അയാളുടേതായ കടമകളുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ വിളിക്കേണ്ട സമയം ശ്രദ്ധിക്കണം. പക്ഷെ അയാൾ നമ്മളെ ഭരിക്കാനോ നമ്മളെ യൂസ് ചെയ്യാനോ നമ്മളെ അനുവദിക്കേണ്ട കാര്യമില്ല സ്പോൺസറെ. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇത് സുഗമമായിരിക്കണം, തുറന്നതായിരിക്കണം. രണ്ടുപേർക്കും സ്വതന്ത്രമായും സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറ്റണം. അവിടെ മറച്ചു വെക്കലുകളൊന്നുമില്ല സ്പോൺസറുമായിട്ട്. ഈ മറച്ചു വെക്കുമ്പോ നമുക്കും കുറഞ്ഞ് അയാളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുക, എല്ലാ കാര്യവും പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ നമ്മൾ സ്പോൺസറുമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറയില്ല, കുറ്റങ്ങൾ പറയാറില്ല, പരദൂഷണം പറയാറില്ല എന്ന് പറയുമ്പോൾ നമ്മളത് മറ്റുള്ളവരെ കുറിച്ച് വേറെ ആളുടെ സ്പോൺസറോട് ചിലപ്പോൾ അതൊക്കെ പറയേണ്ടി വരും. നമ്മുടെ ഗ്രൂപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയേണ്ടി വരും. അതേപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ പറയേണ്ടി വരും. അതെല്ലാം അയാൾ പുറത്തു പറയുന്നില്ല എന്ന് ഉറപ്പിട്ടാവണം നമുക്ക്. അദ്ദേഹവും അതേപോലെ നമ്മളോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അത് നോക്കണം. അതല്ല അദ്ദേഹം എല്ലാത്തിലും ഉപദേശം എടുക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് കാര്യം ഉണ്ടാവില്ല. അദ്ദേഹം ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റി, ഇതാണ് പ്രധാനം. അതല്ല നമ്മളിങ്ങനെ അവരോട് ഓരോ കാര്യങ്ങൾ പറയുക, അതിന്റെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ആ രീതിയിലല്ല സ്പോൺസർഷിപ്പിനെ ഉപയോഗിക്കട്ടെ. അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ട് എന്നുള്ള പേര് പറഞ്ഞത് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത മീറ്റിംഗിൽ ID ഇട്ടിട്ട് അപ്പുറത്തൊക്കെ സൈഡിൽ കൂടെ ഞാൻ റീല് നോക്കുന്ന പോലെ ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിൽ ഞാൻ ഏർപ്പെടുന്നു, മീറ്റിംഗിൽ ഇടുന്നു, മ്യൂട്ട് ചെയ്തിട്ട് എന്റെ മൊബൈൽ വെച്ച കാലം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അപ്പുറത്ത് ആൾക്കാരോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആകുമ്പോൾ ചെവിയിലെ ഹെഡ്ഫോൺ ഞാൻ മാറ്റി വെച്ചിട്ട് എയുടെ മീറ്റിംഗിൽ കയറുക. കാണാൻ എയുടെ മീറ്റിംഗിൽ ഞാൻ ഉണ്ടാവും. ഓൺലൈൻ മീറ്റിംഗിനെതിരെയുള്ള ഒരു പ്രധാന ആരോപണം അതാ. അത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഓരോ വ്യക്തിയുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. വളരെ കൃത്യമായിട്ട് തുറന്ന രീതിയിലായിരിക്കണം. സത്യസന്ധമായിട്ടും സ്വതന്ത്രമായിട്ടും അയാളോട് സംസാരിക്കാൻ പറ്റണം. അയാളാണ് സ്പോൺസർ. അയാളുടെ പ്രോഗ്രാം വളരെ ലളിതമാണ്. നമ്മളോട് പറയാറുണ്ട് തന്നിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണം കുറയ്ക്കണം, 1ാമത്തെ പടിയുടെ ഭാഗത്ത്. ഇത് വളരെ ലളിതമാണ്. ലളിതമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല എന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ബില്ല് പറയാറുണ്ട്. വലിയ വില, തന്നിൽ തന്നെയുള്ള ശ്രദ്ധാ കേന്ദ്രീകരണ വലിയ വില. ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, നമ്മുടെ ഈഗോ ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വരുന്നത്. അപ്പോൾ പ്രോഗ്രാം ലളിതമായിട്ടാണ് പറഞ്ഞിട്ടത്. അത് തുടക്കത്തിൽ നമുക്കത് മനസ്സിലാവാത്തതിന്റെ കാരണം ഈ പ്രോഗ്രാമിന് ചില മാറ്റം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കീഴടങ്ങൽ തൊട്ട്
അത് എന്തിന് കീഴടങ്ങണം, എങ്ങനെ കീഴടങ്ങണം എന്നുള്ള. നമ്മൾ ഈ കീഴടങ്ങൽ എന്നൊക്കെ പറയുമ്പോൾ അടിമയെ പോലെ സ്പോൺസറുടെ ആകുന്നതല്ല അത്. നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ, നമ്മുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ നമുക്ക് എത്ര കുഴപ്പമുണ്ട് എന്ന് കണ്ടെത്തുക. സത്യസന്ധമായിട്ട് പ്രോഗ്രാമിൽ വരുമ്പോ 4ാമത്തെ പടിയിലൊക്കെ നമ്മൾ അറിയില്ല, നമ്മുടേതായ കുഴപ്പങ്ങളെ നമുക്ക് കണ്ടെത്തുക എന്നത് വളരെ പ്രശ്നമാണ്. ഈവൻ നമ്മുടെ നീരസത്തിന്റെ പട്ടിക എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ആദ്യം 7 വന്ന് നീരസത്തിന്റെ പട്ടിക എഴുതിയ പ്രോഗ്രാം ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകളുടെ പട്ടികയിൽ ആദ്യം നിങ്ങൾ കരുതുക എനിക്ക് അത്ര ആദ്യം ദേഷ്യമൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ കരുതുക. വളരെ ചെറിയ രീതിയിലൊക്കെ നീരസത്തിന്റെ പട്ടിക എഴുതിയ ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അവിടെയാണ് ഒരു സഹായത്തോടു കൂടി സ്പോൺസർ അനുഭവങ്ങൾ പറയുമ്പോൾ ആ പട്ടിക നമുക്ക് 75 100 കൂട്ടാൻ പറ്റും. എന്തിനാണ് അത് കൂട്ടുന്നത്? എന്തിനാണ് നീരസത്തിന്റെ പട്ടിക കൂട്ടുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തിന്റെ കടന്നു വന്ന വഴിത്താരകളിൽ ഓരോ മനുഷ്യരുമായിട്ട് നമ്മുടെ ഇടപെടൽ, അവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇവിടങ്ങളിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ട് കണ്ടെത്താൻ പോലും, ദേഷ്യമുണ്ട് എന്ന് കണ്ടെത്താൻ പോലും പറ്റുന്നില്ല. അതാണ് ഈ സത്യസന്ധത എന്ന് പറഞ്ഞ സാധനം. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ല. അവിടെയാണ് ഈ സഹായം. നമുക്കൊരു കുഴപ്പമുണ്ട് എന്ന ആ കീഴടങ്ങലാണ്, അല്ലാണ്ട് വേറൊരു വ്യക്തിയുടെ അടിമയായിട്ടുള്ള കീഴടങ്ങലല്ല ഇവിടെ പറഞ്ഞത്. പ്രോഗ്രാമിൽ നമ്മളെ കണ്ടെത്താൻ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ, നമ്മുടെ തെറ്റുകൾ കണ്ടെത്താൻ, എനിക്കൊരു കുഴപ്പമുണ്ട്, കാരണം എന്താ, എന്റെ കുഴപ്പം കണ്ടുപിടിച്ചാൽ എനിക്ക് മാറാൻ പറ്റും. അല്ലാണ്ട് മറ്റു വ്യക്തികളും ലോകത്തിലുള്ള ആളുകളും തെറ്റില്ല എന്നൊന്നുമല്ല. ആദ്യം ഞാൻ എന്നെയാണ് പരിശോധിക്കുന്നത്. ആത്മപരിശോധന എന്റേതാണ്. അത് നടത്തുന്ന കീഴടങ്ങലാണ്. ആ കീഴടങ്ങലിന് പറ്റാത്തതാണ് പ്രോഗ്രാം ലളിതമല്ലാതെ ആയിട്ട് എനിക്ക് മാറുന്നതിന്റെ കാരണം. തുടക്കത്തിൽ പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല. പലപ്പോഴും ഇതെങ്ങനെയാ മനസ്സിലാക്കുക? ഇതാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറ്റുള്ള ആൾക്കാരോട്. എന്താ ചോദ്യങ്ങൾ, എങ്ങനെയാ ഇത് നടക്കുന്നത് എന്ന് മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുന്നു. നമ്മുടെ ഇവിടെ ക്ലോസ്ഡ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും. പിന്നെ ഈ സ്പോൺസറായിട്ട് ഒരാളെ കണ്ടെത്തുമ്പോൾ അയാളിലൂടെയാണ് ഇത് മനസ്സിലാക്കുക. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത്? അപ്പൊ സ്പോൺസറുടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെ അയാളുമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് സ്പോൺസറെ ലഭിക്കുന്നില്ല ആവശ്യ സമയത്ത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും കുടിക്കാനായിട്ടുള്ള കാരണമായിട്ടൊക്കെ ആളുകൾ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന ആളെ വിളിച്ചു, ഞാൻ കുടിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളെ വിളിച്ചാലൊന്നും കുടിക്കുന്നതിന്റെ തൊട്ട് മുന്നേ വിളിക്കാനല്ല പറഞ്ഞിട്ട്, അങ്ങനെ വിളിക്കാൻ പറ്റില്ല. കുടി കടന്നു വരുന്നത് അങ്ങനെ ഒരു ദിവസം കൊണ്ടല്ല. നമ്മുടെ സ്വഭാവത്തില് റിലാപ്സ് ആയ ഓരോ മനുഷ്യരും പറയാറുണ്ട് അവർക്ക് എങ്ങനെയാ കുടി കടന്നു വരുന്നത്. റിലാപ്സ് ആവാതെ ആ അവസ്ഥകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ റിലാപ്സ് ആയിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവിടെ കുടി കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്താണ് നമ്മൾ വിളിക്കുക. എന്താണ്, നമ്മുടെ നിത്യജീവിതത്തിൽ വീട്ടിൽ ഭാര്യയുമായിട്ടുള്ള കുഴപ്പങ്ങൾ തുടങ്ങും, ഓഫീസിൽ കുഴപ്പങ്ങൾ തുടങ്ങും, ജീവിതത്തിൽ നിരാശകൾ അനുഭവപ്പെടും, ഒരു താല്പര്യം ഉണ്ടാവില്ല, പണിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ എന്നും അമിതമായിട്ട് ദേഷ്യം വരും, സങ്കടം വരും. ഇതാരോടും പറയാൻ പറ്റില്ല, കാരണം ഞാൻ കുറെ ദിവസമായിട്ട് കൂടെ പോകുന്നു, ഇത് പറഞ്ഞ ആളെന്താ വിചാരിക്കുക എന്നുള്ള ബോധ്യം കടന്നു വരാൻ ഇതെങ്ങനെയാ പങ്കുവെക്കാൻ പോലും പറ്റില്ല. നമ്മുടെ ഒരു കുഴപ്പമാണ്. വൈകാരിക അവസ്ഥകൾ വളരെ മോശമായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പൊ ആ സമയങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ആളെ വിളിക്കേണ്ടത്, പഴമക്കാരുമായിട്ട് സംസാരിക്കേണ്ടതും മീറ്റിംഗിൽ വേണ്ടതും. അല്ലാണ്ട് നമ്മൾ കുടിക്കാൻ തോന്നിയിട്ട് കുടിക്കാൻ ഞാൻ ബോട്ടിൽ മേടിക്കും, ഇന്ന് കുടിക്കും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ ഇനി ആരെ വിളിച്ചാലും നമ്മൾ പോയി കുടിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന കാരണം കുടിക്കായിട്ട് പറയരുത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പ്രോഗ്രാമിലൂടെ മുഴുവനാണ് നമ്മൾ നിൽക്കുന്നത്. അത് സ്പോൺസറിലൂടെ, ഒരു വ്യക്തിയിലൂടെ അല്ല. എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ഒരു ആൾക്ക് പരിചയപ്പെടുത്താൻ, പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്ക് പരിചയപ്പെടുത്താനും ഈ 12 പടികളിലൂടെ എങ്ങനെ പോകണം എന്ന കാര്യം പറഞ്ഞു തരാനുമുള്ള മികച്ച മാർഗമായിട്ടാണ് സ്പോൺസർഷിപ്പിനെ കാണുന്നത്. കൃത്യമായിട്ട് പരിചയപ്പെടുത്താൻ ഇതൊരു പുതിയ ജീവിത രീതിയാണ്. അപ്പൊ അവിടെ ഒരു സഹായം വേണം. ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ പറയുന്ന രീതിയിൽ ഉണ്ടാവും. തീരുമാനം നമ്മുടേതാണ്. നമ്മൾ ഈ അനാവശ്യമായ ഭയങ്ങളാണ് സ്പോൺസർഷിപ്പിൽ നമ്മൾ തടയുന്നത്. അല്ലെങ്കിൽ വേറെ ഉണ്ടായ അനുഭവങ്ങൾ, നമ്മൾ ഇങ്ങനെ കുറെ കോർ ബിലീഫുകൾ നമ്മളിങ്ങനെ കയറ്റി വെക്കും.
വേറെ ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണ് അവിടെ നമ്മുടെ വിവേകം ഉപയോഗിക്കില്ല. എങ്ങനെ ഇത് ഉപയോഗിക്കണം, നമ്മുടെ ഭയത്തെ എങ്ങനെ മാറ്റാം, ഭയത്തെ പോലും മാറ്റുന്നതാണ് നാലാമത്തെ പടി. എങ്ങനെയാ ഭയം മാറ്റുക എന്നുള്ള രീതിയിലാണ്. നേരിട്ട് ഭയത്തിലേക്കല്ല നമ്മൾ വരിക. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന് മുന്നോട്ട് വന്നിട്ടുള്ള ഏറ്റവും മികച്ച മാർഗമാണ്. അതുപോലെ ഈ AA പ്രോഗ്രാം മുഴുവനായിട്ട് നടപ്പിലാക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ അല്ല നമ്മുടെ സുബോധം നൽകുന്നത്. സ്പോൺസറെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴമക്കാരനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട്. AA വേറെ ആൾക്കാരെ വിളിക്കാം. പുതുതായിട്ട് കടന്നു വന്ന ഒരാളെ വിളിച്ചിട്ടൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അയാൾ 6 ദിവസമായിട്ട് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ കഷ്ടപ്പെട്ട ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ള ബോധ്യം എനിക്ക് കടന്നു വരുന്നു. അപ്പൊ അവരെ വിളിക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു AA മീറ്റിംഗിൽ പങ്കെടുക്കാം. അവിടുത്തെ അനുഭവങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഒരു കുടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൊറിയായിട്ട് ഒരു വിഷമമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വേറെ ആളുകളുടെ ഷെയറിൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കാറുണ്ട്. അവർ ജീവിതത്തിൽ കടന്നുപോയ മുഹൂർത്തത്തിലെ എങ്ങനെ അവർ നേരിട്ട്, അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യം ഉണ്ടാവും. ഇപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ വായിക്കാൻ പറ്റും. AAയുടെ ഡെയിലി റിഫ്ലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അത് വായിക്കാൻ പറ്റും. അപ്പൊ ഏതാണെങ്കിലും കുടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പോകാൻ നമുക്ക് മാർഗമുണ്ട്. അല്ലാണ്ട് ഉടനടി ഓടിപ്പോയിട്ട് ഇന്ന് കുടിക്കുക എന്നതല്ല മദ്യാസക്തര് ചെയ്യുക. അത് കുടിച്ചു വന്ന ഓരോ ആളുകൾക്കും അറിയാൻ പറ്റും. കുടി ഉണ്ടാകുന്നത് നമ്മൾ കുടിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളും അതിന്റെ കുറ്റബോധങ്ങളുമാണ് നമ്മളെ പലപ്പോഴും കുടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ കുടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ വിളിക്കണം. ഒരാളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വിളിക്കാം. ആ വ്യക്തി, സ്പോൺസർ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയല്ല നമ്മുടെ സുബോധം നിലനിൽക്കുന്നത് എന്നുള്ള ബോധ്യം. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ആരും പഴി പറയേണ്ടി വരില്ല. ഏറ്റവും പ്രധാനം, ഞാനെന്ന മദ്യാസക്തൻ എന്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും എപ്പോഴും മറ്റുള്ളവരെ പഴി പറയുന്ന ഒരാളാണ്. എന്തിനേയും ചാരി നിൽക്കാനായിട്ട് എന്തെങ്കിലും കാരണം എനിക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് എന്റെ കുറ്റമല്ല, കുറ്റം മറ്റുള്ളവരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ഓരോ ഭാഗങ്ങളിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരവസരവും വിടാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് എന്റെ ജീവനാണ്, എന്റെ ജീവിതമാണ്. ഇതിൽ ഞാൻ അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ പോയ എന്റെ ജീവൻ പോകുമെന്ന ഓർമ്മയുണ്ടെങ്കിൽ, ജീവന്റെ വിലയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ, ഈ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാതിരിക്കാൻ, സ്പോൺസറെ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കുടിക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്തരം ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച പറയാൻ വിചാരിക്കുന്നു. എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്